വെൽക്കം ബാക്ക്. നമ്മള് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആയിരുന്നു ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, നമ്മൾ സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി പഠിച്ച ആൾക്കാരല്ലേ? ആണ്. റെപ്ലിക്കേഷൻ പഠിച്ചു, ഇനി ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പ്രോസസ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ട്രാൻസ്ക്രിപ്ഷൻ. ഈ ട്രാൻസ്ക്രിപ്ഷൻ സെൻട്രൽ ഡോഗ്മയില് DNA-യിൽ നിന്നും RNA ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ നമുക്കത് ഓർത്ത് വെക്കാൻ എളുപ്പമാർഗം ഉണ്ടടാ. നമ്മൾ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നമുക്ക് ചിലപ്പോൾ മാറിപ്പോവാം. പക്ഷേ നമ്മൾ ആ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ക്രിപ്ഷൻ ഇവിടെയാണല്ലോ ഒരു ചേഞ്ച് വരുന്നത്, ഈ CRI ക്രിപ്ഷൻ. ഓക്കെ, ഇനി അപ്പുറത്തെ ഏതാണ്? ട്രാൻസ്ലേഷൻ ആണ് അല്ലേ? ട്രാൻസ്ലേഷൻ ആണ്. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഇവിടെ അല്ലേ ആണ്. അവിടെ CRI സ്ക്രിപ്ഷൻ 6 വരുന്നുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ, ഈ ഒരു 6ന്റെ വ്യത്യാസം. ഈ 6 ഉള്ളത് RNA ഉണ്ടാക്കാനാണ്. ഓക്കെ, DNA-യിൽ നിന്നും RNA ഉണ്ടാക്കുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പൊ പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ RNA ഉണ്ടാക്കുന്നതാണെങ്കിൽ ട്രാൻസ്ലേഷൻ ഏതാണ്? RNA-യിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അത്ര സിമ്പിൾ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ അത് രണ്ടും മാറിപ്പോവരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാറിപ്പോയ സംഗതി മുഴുവൻ കയ്യിൽ നിന്ന് പോയി. കാരണം ട്രാൻസ്ലേഷൻ എഴുതാൻ പറയുമ്പം നമ്മൾ നേരെ പോയിട്ട് ട്രാൻസ്ക്രിപ്ഷന്റെ കാര്യങ്ങൾ മുഴുവൻ എഴുതി വെച്ചാൽ ആ ഒരൊറ്റ വേർഡ് മാറിയത് കൊണ്ട് നിങ്ങളെ കംപ്ലീറ്റ് മാർക്ക് പോയില്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും. സോ അങ്ങനെ ആരും അബദ്ധം ചെയ്യരുത്. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കണം. തെറ്റിപ്പോയത്. ഓക്കെ, സോ DNA-യിൽ നിന്നും ഡബിൾ സ്റ്റാൻഡേർഡ് DNA-യിൽ നിന്നും സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. അവിടെ ഈ ഒരു സംഭവം നോക്കണ്ട, നിങ്ങൾക്ക് ഇത് ഇപ്പം പഠിക്കാനല്ല. ചില വൈറസസിലൊക്കെ ഈ RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള വൈറസ് ഇല്ലേ, അവിടെയൊക്കെ വരുന്നതാണ് ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ RNA ടു പ്രോട്ടീൻ ഈസ് ട്രാൻസ്ലേഷൻ. ഓക്കെ, so transcription, the process of copying genetic information from one strand of the DNA into RNA. DNA-ന്റെ ഒരു സ്ട്രാൻഡിൽ നിന്നും ആ ഒരു ജനറ്റിക് ഇൻഫോർമേഷൻ കോപ്പി ചെയ്യുന്നു RNA-യിലേക്ക്. എന്തിനാ ഈ ട്രാൻസ്ക്രിപ്ഷൻ? DNA-യിൽ നിന്നും എന്തിനാണ് കോപ്പി ചെയ്യുന്നത്? DNA is a book. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? DNA ഒരു ബുക്കാണ്. നമ്മളെ ബോഡിയിൽ എന്തൊക്കെ ഉണ്ടാക്കണം, എന്തൊക്കെ എപ്പോഴൊക്കെ ഉണ്ടാക്കണം, ഏതൊക്കെ അളവിൽ ഉണ്ടാക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന, അതൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു റെസിപ്പി ബുക്ക്, ഒരു കുക്കിംഗ് ബുക്ക് എന്ന് വിചാരിച്ചോ. ഇറ്റ്സ് എ ബുക്ക്. DNA is a book. ആ ബുക്കിൽ ഒരുപാട് പേജസ് ഉണ്ടാവുമല്ലോ, ഒരുപാട് ലെറ്റേഴ്സ് വെച്ചിട്ട് ഒരുപാട് ലൈൻസ് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആകെ ഉള്ള നമുക്ക് പഠിക്കാനുള്ള ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? അഡനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ, യുറാസിൽ RNA-യിലേക്ക് വരുമ്പോൾ ഈ ടിക്ക് പകരം നമ്മൾ യൂന്ന് എഴുതും. ATGC, ഈ 4 ലെറ്റേഴ്സ് വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനുള്ള റെസിപ്പിയാണ്? നമ്മളെ ഫുഡ് ഏതാ? നമുക്ക് ഉണ്ടാക്കേണ്ട ഫുഡ് പ്രോട്ടീൻ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ്. ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ടാക്കേണ്ട റെസിപ്പിയാണ് നമ്മുടെ DNA എന്ന് പറയുന്നത്, നമ്മളെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ DNA, ഈ റെസിപ്പി ഉണ്ടല്ലോ, ഈ DNA എടുത്ത് വായിക്കുന്നത് ആരാണെന്ന് നോക്കാം. ആ റെസിപ്പി കോപ്പി അടിച്ചിട്ട് ആരാണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്, ഇതൊക്കെയാണ് നമുക്കിനി നോക്കാൻ പോകുന്നത്. സോ റെപ്ലിക്കേഷൻ, നമ്മൾ ഇതെന്താണ്? ന്യൂക്ലിയസിനകത്താണ് DNA ട്രാൻസ്ക്രിപ്ഷൻ വഴി RNA ഉണ്ടാക്കുന്നു. അവിടെ റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. ആൻഡ് അത് കാര്യമില്ല, അത് നമുക്ക് ഇവിടെ കാര്യമില്ല. അത് കംപ്ലീറ്റ് സെൻട്രൽ ഡോഗ്മ കാണിച്ചേക്കുന്നതാണ്. സോ ഈ RNA സിമ്പിൾ വെറും RNA അല്ല, ഇറ്റ്സ് എൻ mRNA, മെസ്സഞ്ചർ RNA. what is mRNA, what is tRNA, what is rRNA, and you know that അല്ലേ? നമ്മൾ ഇതിന് മുന്നേയും പഠിച്ചിട്ടുണ്ട്. അതിൽ ഈ mRNA, മെസ്സഞ്ചർ RNA, മെസ്സേജ് കൊണ്ടുപോകുന്ന ആള്, അതായത് നമ്മളെ DNA ആയിട്ടുള്ള നമ്മളെ ബുക്കില്ലേ, അതിൽ നിന്നും നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ റെസിപ്പി, നമുക്കൊരു പെർട്ടിക്കുലർ പ്രോട്ടീൻ ഉണ്ടാക്കണം, ആ ഒരു പെർട്ടിക്കുലർ റെസിപ്പി കോപ്പി അടിച്ച് അത് അങ്ങോട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊണ്ടുപോകുന്നതാണ്. ആ ഒരു ഫോട്ടോസ്റ്റാറ്റാണ് mRNA. ഇനി ഈ ഒരു റെസിപ്പി വായിച്ച് പ്രോട്ടീൻ ഉണ്ടാക്കണം, അതിനൊരു ഷെഫ് വേണം. ആ ഷെഫാണ് none other than നമ്മുടെ റൈബോസോം. നമ്മുടെ റൈബോസോം ആണ് നമ്മുടെ സെല്ലിലുള്ള പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഷെഫ്. നമ്മളെ ബർഗർ ബന്നൊക്കെ കമത്തി വെച്ച പോലെയുള്ള 2 യൂണിറ്റ്സ് ഒക്കെ ഉള്ള റൈബോസോം എന്ത് വായിച്ചിട്ടാണ് നമ്മൾ പ്രോട്ടീൻ ഉണ്ടാക്കുക? നമ്മൾ ആ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത ചെറിയൊരു കോപ്പി അടിച്ച റെസിപ്പി ഇല്ലേ, mRNA, അത് വായിച്ചിട്ടാണ് നമ്മളെ ഫുഡായിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യം നിങ്ങളൊന്ന് മനസ്സിലേക്ക് എടുക്കുക. ഇനി വേറൊരു കാര്യം കൂടി, റൈബോസോം എന്തിട്ട് ഇളക്കിയിട്ടാണ് നമ്മൾ പ്രോട്ടീൻ ഉണ്ടാക്കുക? അമിനോ ആസിഡുകളെ ചേർത്തിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. സോ ദിസ് ഇസ് ദ ഓൾ റൗണ്ട് ഐഡിയ. ഇനി നമുക്ക് നോക്കാം.
എന്തൊക്കെ വേണം ട്രാൻസ്ക്രിപ്ഷന് എന്തൊക്കെ വേണം? ആദ്യമായിട്ട് നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടത്തുന്ന ഒരു എൻസൈം വേണം. ഏതാ എൻസൈം? DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. റെപ്ലിക്കേഷനിൽ നമുക്കൊരു എൻസൈം വേണമായിരുന്നല്ലോ, അത് ഏതായിരുന്നു? DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ്. DNA-യിൽ നിന്നും DNA ഉണ്ടാക്കുന്ന ആള്. ഇവിടെ DNA-യിൽ നിന്നും RNA ഉണ്ടാക്കുന്നത് കൊണ്ട് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്, അതാണ് നമ്മുടെ എൻസൈം. ഓക്കെ, പിന്നെ ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡും ഒരു കോഡിംഗ് സ്ട്രാൻഡും. ഇവരൊക്കെ ആരൊക്കെയാ നോക്കാം? ഒരു സ്ട്രക്ചറൽ ജീനും വേണം. ആ സ്ട്രക്ചറൽ ജീനിൽ അതിലൊരാൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, ഒരു കോഡിംഗ് സ്ട്രാൻഡ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, കോഡിംഗ് സ്ട്രാൻഡ്. ടെംപ്ലേറ്റ് നമ്മൾ ഇതിന് മുന്നേ കേട്ടിട്ടുണ്ട്. കോഡിംഗ് സ്ട്രാൻഡ് ഇപ്പോഴല്ലേ പഠിക്കുന്നത്? ഓക്കെ. And what is a template and what is a non-template or coding strand? ഈ നീലകളാണ് നമ്മളെ DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണല്ലോ. ആൻഡ് ദി ആർ ആന്റി പാരലൽ അല്ലെ? ആന്റി പാരലൽ ആണ്. ഒന്ന് 5' to 3' ഡയറക്ഷൻ ആയിരിക്കും, ഒന്ന് 3' to 5' ഡയറക്ഷൻ ആയിരിക്കും. ആൻഡ് ഇതായിരിക്കും 3', ഇതായിരിക്കും 5'. ഈ 5' 3' എന്ന് പറയുന്ന ആൾക്കാർ അങ്ങനെ വേണേ പറഞ്ഞു കേട്ടോ. ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ തന്നെ വായിൽ വരുള്ളൂ. സോ ഈ ഒരു പച്ചയാണ് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന RNA. ആൻഡ് യു നോ, റിപ്ലിക്കേഷന്റെ ഡയറക്ഷൻ എന്തായിരുന്നു? 5' to 3' ഡയറക്ഷൻ ആയിരുന്നു റിപ്ലിക്കേഷന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പ്രൊഡ്യൂസിങ് സ്ട്രാൻഡ്, നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു സ്ട്രാൻഡിന്റെ ഡയറക്ഷൻ ആണ് പറയുന്നത്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പ്രൊഡ്യൂസിങ് ന്യൂ ഡോട്ടർ സ്ട്രാൻഡ്. അതൊരു DNA-യുടെ റെപ്ലിക്കേഷന്റെ കേസിലായിരുന്നെങ്കിലും 5' to 3' ആണ്. ഇനി ഇവിടെ RNA-ന്റെ പ്രൊഡക്ഷന്റെ കേസിൽ, ട്രാൻസ്ക്രിപ്ഷന്റെ കേസിലാണെങ്കിലും ഇറ്റ്സ് 5' to 3' ഡയറക്ഷൻ. സോ ഈ ഗ്രീൻ ആണ് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന നമ്മളെ RNA. സോ ദാറ്റ് ഇസ് 5' to 3' ഡയറക്ഷൻ. അത് 5' to 3' ആവണമെങ്കിൽ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഏതാണ്? 3' to 5' ഡയറക്ഷൻ ആയിരിക്കും അബ്സല്യൂട്ട്ലി, കാരണം അതിന്റെ കോംപ്ലിമെന്ററി സ്റ്റാൻഡ് അല്ലേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ദിസ് ഇസ് 3' to 5' ഡയറക്ഷൻ ആൻഡ് ദിസ് ഇസ് 5' to 3' ഡയറക്ഷൻ. ഒന്ന് മാത്രമേ DNA-യിൽ മറ്റേ റെപ്ലിക്കേഷൻ ടൈമിൽ 2 സ്റ്റാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ആ 2 സ്റ്റാൻഡും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യായിരുന്നു ഇല്ലേ? 2 സ്റ്റാൻഡിനും കോംപ്ലിമെന്ററി ഉണ്ടായിട്ടാണ് നമ്മൾ സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ പഠിച്ചത് ആണല്ലോ. നിങ്ങൾ ഐ ഹോപ്പ് യു റിമെമ്പർ. ഇല്ലെങ്കിൽ നമ്മളെ ചാപ്റ്റർ മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കണം കേട്ടോ. ഇനി ട്രാൻസ്ക്രിപ്ഷന്റെ കേസിലാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് മാത്രമേ കോഡ് ചെയ്യുള്ളൂ, ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് മാത്രമേ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഓക്കെ, സോ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സ്റ്റാൻഡ് ഈ സ്റ്റാൻഡ് ആണ്. 3' to 5' സ്റ്റാൻഡ് ആയിരിക്കും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഇത് എന്തിനെ റെസ്പെക്ട് ചെയ്താൽ പറയാന്നറിയോ? നമ്മൾ ടെംപ്ലേറ്റ് ചെയ്താ നോൺ ടെംപ്ലേറ്റ് ചെയ്താന്നുള്ളത് നമ്മൾ അവിടെയുള്ള പ്രൊമോട്ടർ, ടെർമിനേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സീക്വൻസ് പഠിക്കും. സോ അവരെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഏതാണ് ടെംപ്ലേറ്റ് ഏതാണ് നോൺ ടെംപ്ലേറ്റ് എന്നുള്ളത് പറയാം, അവരുടെ പൊസിഷൻ വെച്ചിട്ട്. അത് നമുക്ക് കുറച്ച് തൊട്ടടുത്ത് പഠിക്കാം, ഒരു ഫ്യൂ സെക്കൻഡ്സ് കഴിഞ്ഞിട്ട്. സോ ഇവിടെ 3' to 5' ഈ DNA-യിൽ നമ്മൾ RNA ഉണ്ടാക്കുന്നു, 5' to 3' RNA ഉണ്ടാക്കുന്നു. ഫൈൻ. ഈ RNA ഇതിന്റെ നേരെ കോംപ്ലിമെന്ററി ആയിരിക്കും, നേരെ കോംപ്ലിമെന്ററി. ഇവിടെ A ആണെങ്കിൽ RNA-യിൽ T അല്ല U. നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. A ആണെങ്കിൽ T, A ആണെങ്കിൽ U, G ആണെങ്കിൽ C ആണെങ്കിൽ G. അങ്ങനെ നേരെ ഓപ്പോസിറ്റ് അല്ലേ പറയാതാ. ഇവിടെയുള്ള സ്റ്റാൻഡ്സ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കിക്കേ, ACGTAGG. സോ ഇതാണ് നമ്മളെ ടെംപ്ലേറ്റ് സ്റ്റാൻഡിന്റെ സീക്വൻസ്. ഓക്കെ, ഇനി ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡിന്റെ സീക്വൻസിന് നേരെ കോംപ്ലിമെന്ററി സീക്വൻസ് ആയിരിക്കും നമ്മൾ RNA ഉണ്ടാക്കാൻ പോകുന്ന RNA-ക്ക് ഉണ്ടാവുക. സോ ദാറ്റ് വിൽ ബി, ഇവിടെ A ആണെങ്കിൽ ഇവിടെ U ആയിരിക്കും, ഇവിടെ C ആണെങ്കിൽ G, C, T-ക്ക് പകരം A-ക്ക് പകരം U, കോംപ്ലിമെന്ററി ആയിട്ട് G-ക്ക് കോംപ്ലിമെന്ററി ആയിട്ട് G-ക്ക് കോംപ്ലിമെന്ററി ആയിട്ട് അഗെയിൻ C. സോ ഇങ്ങനെയായിരിക്കും അതിന്റെ സ്റ്റാൻഡ് പോകുന്നത്. ആൻഡ് യു നോ, ഇത് ഇങ്ങനെയാണെങ്കിൽ ഇതിന് കോംപ്ലിമെന്ററി തന്നെയല്ലേ ഇത് അല്ലേ? നമ്മളെ ഈ ഒരു ടെംപ്ലേറ്റ് സ്റ്റാൻഡിന് കോംപ്ലിമെന്ററി ആണ് നമ്മളെ ഇതിനെ നോൺ ടെംപ്ലേറ്റ് എന്ന് വിളിക്കും. ഇത് ടെംപ്ലേറ്റ് ആണെങ്കിൽ ദിസ് വിൽ ബി നോൺ ടെംപ്ലേറ്റ് നേരെ അപ്പുറത്തെ സ്റ്റാൻഡ്. അപ്പൊ അതും ഈ ഒരു പുതിയ സ്റ്റാൻഡിന്റെ RNA-യും സെയിം സീക്വൻസ് ആയിരിക്കില്ലേ, എക്സെപ്റ്റ് യുറാസിലിന്റെ സ്ഥലത്ത് തൈമിനായിരിക്കും ഇവിടെ. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം, ബാക്കി മുഴുവൻ ഒരുപോലെ ആയിരിക്കില്ല. ഇതാ ഇവിടെ നോക്കിക്കേ, അഡനിന് കോംപ്ലിമെന്ററി ആയിരുന്നു തൈമിൻ, സൈറ്റോസിന് കോംപ്ലിമെന്ററി ആണ് ഗുവാനിന് കോംപ്ലിമെന്ററി ആണ് സൈറ്റോസിൻ. സോ ഇങ്ങനെയാണ് ടെംപ്ലേറ്റും നോൺ ടെംപ്ലേറ്റും ആക്ട് ചെയ്യുന്നത്. അവർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ ബിക്കോസ് ദേ ആർ 2 സ്റ്റാൻഡ്സ് ഓഫ് എ സെയിം DNA.
ഇനി അവിടെ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ വഴി RNA ഉണ്ടാക്കുമ്പോൾ they will separate, the two strands will separate and produce a new RNA in the direction 5' to 3'. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ RNA ഏതാണോ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അതിന് നേരെ കോംപ്ലിമെന്ററി ആയിട്ടാണല്ലോ ഈ RNA വരിക. സോ ദാറ്റ് വിൽ ബി സിമിലർ ടു ദാറ്റ് ഓഫ് ദി കോഡിംഗ് സ്ട്രാൻഡ് ഓർ ദി നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. Strangely, this non-template strand will not code for any RNA. ഇയാളാണ് ഇതിന് കോഡ് ചെയ്യുന്നത്, പക്ഷെ ഇതിനെ നമ്മൾ കോഡിംഗ് സ്ട്രാൻഡ് എന്നല്ല വിളിക്കുക. ഇയാൾ ഇതിനെ കോഡ് ചെയ്യുന്ന ജീനാണ്, അത് അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള RNA-നെയാണ് ഉണ്ടാക്കുന്നത്. അതിനെ നമ്മൾ ടെംപ്ലേറ്റ് എന്ന് വിളിച്ചു. നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്ട്രാൻഡ് ഒന്നിനെയും കോഡ് ചെയ്യുന്നില്ല, അതിനെ നമ്മൾ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിച്ചു. വൈ? കാരണം ഈ സെയിം കോഡാണ് ഇവിടെ വരുന്നത്. സോ ഇതിന്റെ സെയിം സീക്വൻസ് ആയതുകൊണ്ടാണ് അതിനെ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്ട്രേഞ്ച്ലി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ വിചാരിക്കും കോഡ് ചെയ്യുന്ന സ്റ്റാൻഡൊക്കെ കോഡിംഗ് സ്റ്റാൻഡ് ഇതായിരിക്കുന്നത്. അല്ല. സോ ഇത് കോഡിംഗ് സ്റ്റാൻഡ്, ഇത് നോൺ കോഡിംഗ് സ്റ്റാൻഡ്, ഇത് ടെംപ്ലേറ്റ് സ്റ്റാൻഡ്, ഇത് നോൺ ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നെയിമിംഗ് ആണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരാൻ പാടില്ല. അത്രയ്ക്ക് തറോ ആയിട്ട് ബേസ് ക്ലിയർ കോൺക്രീറ്റ് ചെയ്ത് വെച്ചോ. ബേസ് ക്ലിയർ ആയ ബാക്കി അങ്ങോട്ട് സെറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എ ടെംപ്ലേറ്റ് ആൻഡ് നോൺ ടെംപ്ലേറ്റ്, or a coding strand and non coding strand. This is the DNA. The blue colored strands are the DNA, and ഈ റെഡ് കളേർഡ് മാർക്ക് ഇതാണ് DNA-ന്റെ സീക്വൻസ്, ആൻഡ് ഗ്രീൻ ആണ് നമ്മൾ RNA, ന്യൂലി സിന്തസൈസ്ഡ് RNA. സോ ഇത്രയാണ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് വെക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് ടെക്സ്റ്റിൽ കൊടുക്കുന്ന ഒരു ചോദ്യമാണ്, why both the strands are not copied during transcription? Not copied. രണ്ട് സ്ട്രാൻഡും DNA-ന്റെ രണ്ട് സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു. DNA-ന്റെ ഒരു സ്ട്രാൻഡ് ടെംപ്ലേറ്റും മറ്റേത് നോൺ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ കോഡിംഗ് സ്റ്റാൻഡും ആണ്. സോ വൈ ദാറ്റ്? എന്തുകൊണ്ട് റെപ്ലിക്കേഷൻ ഉള്ളതുപോലെ DNA-യുടെ രണ്ട് സ്റ്റാൻഡും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല, രണ്ട് സ്റ്റാൻഡും കോപ്പി ചെയ്യുന്നില്ല? എന്തുകൊണ്ടായിരിക്കും? രണ്ട് സ്റ്റാൻഡും കോപ്പി ചെയ്യുക, ഒന്ന് നമ്മളെ DNA-യുടെ ഒരു സ്റ്റാൻഡിന് ആവശ്യമായിട്ടുള്ള, അതായത് ആ ജീൻ സീക്വൻസ് ആയിരിക്കും, അതിന്റെ കോംപ്ലിമെന്റ് ജീൻ സീക്വൻസ് ആയിരിക്കും നമുക്ക് ആവശ്യം ഉണ്ടാവും. mRNA പ്രോട്ടീൻ ആവശ്യമായിട്ടുള്ള. നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സാധനം ആകെ മാറിപ്പോയി, നേരെ തിരിച്ചിട്ടുള്ള ഒരു സീക്വൻസ് ആയിരിക്കുമല്ലോ ഉള്ളത്. സോ അത് പ്രോട്ടീൻ മാറിപ്പോവും. അല്ലാതെ വേറൊരു കേസ് എന്താന്ന് വെച്ചാൽ, ഇപ്പം ഇതാണ് DNA നമ്മളെ 3' 5'. ഇനി ഇതാണ് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ RNA. ഓക്കെ, സോ ദിസ് ഇസ് RNA സീക്വൻസ്. ഇനി നേരെ ഓപ്പോസിറ്റ് ഉള്ള അപ്പുറത്തുള്ള DNA അല്ലേ, നമ്മളെ 5' to 3' ഡയറക്ഷനിലുള്ള നമ്മളെ DNA, ആ DNA സെയിം ഇതുപോലെ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുമായിരുന്നെങ്കിൽ അവിടെയും ഒരു RNA ഉണ്ടാവുകയാണെന്ന് വിചാരിച്ചോ. So that will be in the direction 5' to 3'. Again 5' to 3' ഡയറക്ഷനിലായിരിക്കും. ഈ റെഡും ആണ് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ RNA. This RNA will be complementary to this one and this will be complementary to this one. നമുക്ക് എന്താ അറിയാം? ഇതിന് കോംപ്ലിമെന്ററി ആണെന്നുള്ളത് അറിയാം, ഈ DNA സ്ട്രാൻഡ്സ് കോംപ്ലിമെന്ററി ആണെന്നുള്ളത് അറിയാം. ആൻഡ് അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കും? ഈ RNA ഇതിന് കോംപ്ലിമെന്ററി ആണ്, ഈ RNA ഇതിന് കോംപ്ലിമെന്ററി ആണ്, ഇതും കോംപ്ലിമെന്ററി ആണ്. സോ ഇതും കോംപ്ലിമെന്ററി ആയിട്ട് വരില്ലേ? ഈ RNA പുതിയതായിട്ട് ഉണ്ടാക്കിയ രണ്ട് RNA-കൾ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ ആയിരിക്കില്ലേ? അപ്പൊ അവർ രണ്ടുപേരും ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ രണ്ടുപേരും അങ്ങോട്ട് ഒട്ടിച്ചേർന്ന് അവർ പുതിയ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടാവും. ഡബിൾ സ്റ്റാൻഡേർഡ് RNA, രണ്ട് സ്റ്റാൻഡേർഡ് RNA, അങ്ങനെ RNA ആയിക്കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ എന്തിനാ ഈ RNA ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തയക്കുന്നത്? നമ്മളെ DNA-യിൽ നിന്നും ആ റെസിപ്പി എളുപ്പത്തിന് നമ്മളെ റൈബോസോമിന് വായിച്ച് പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബുക്ക് തുറന്ന് വായിച്ച് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ വേറെ ഒരു ബുക്കായിട്ട് പൊതിഞ്ഞ് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ റൈബോസോമിന് വായിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളൊരു പേപ്പറിൽ അങ്ങോട്ട് എഴുതി കൊടുക്കുകയാണ്, ഇത് നോക്കി വേഗം ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് mRNA ആയിട്ട് കൊടുക്കുകയാണ്. ഈ RNA തന്നെ ഒരു ബുക്കായിട്ട് ക്ലോസ് ചെയ്താണ് കൊടുക്കുന്നതെങ്കിൽ റൈബോസോമിന് അത് തുറന്ന് വായിക്കാനൊന്നും പറ്റില്ല. ഓക്കെ, ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണെങ്കിൽ, സിംഗിൾ സ്റ്റാൻഡേർഡ് ഇങ്ങനെ ഒരു RNA ആയിരുന്നെങ്കിൽ റൈബോസോം വേഗം വന്ന് ബൈൻഡ് ചെയ്യുന്നു, എന്നിട്ട് അതങ്ങോട്ട് വായിക്കുന്നു, പ്രോട്ടീനെ ഉണ്ടാക്കുന്നു. സിമ്പിൾ. പക്ഷേ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഇവർ രണ്ടുപേരും കോംപ്ലിമെന്ററി ആയി കഴിഞ്ഞാൽ ഇവർ ഡബിൾ സ്റ്റാൻഡേർഡ് ആവും, ഇവർ ക്ലോസ്ഡ് ബുക്ക് ആയിരിക്കും. എഗെയിൻ അപ്പം നമ്മുടെ റൈബോസോമിന് വന്ന് ബൈൻഡ് ചെയ്യാനും പറ്റില്ല, പ്രോട്ടീൻ ഉണ്ടാക്കാനും പറ്റില്ല. സോ ദാറ്റ്സ് ദ പ്രോബ്ലം. അതുകൊണ്ടാണ് ഒരു സ്റ്റാൻഡ് മാത്രം ടെംപ്ലേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ,
ഇനി DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് കാറ്റലൈസ് ഇറ്റ്സ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എൻസൈംസ് ആ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എൻസൈം ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ എൻസൈമായിട്ട് യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആരാണ് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. അവര് എന്താ ചെയ്യുന്നത്? ട്രാൻസ്ക്രിപ്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ്. സോ catalyze the polymerization in only one direction, 5' to 3' direction, that we have already discussed, and the strand that has the polarity 3' to 5' act as a template strand alle namukku ariyam, and the other strand which has the polarity 5' to 3' and the sequence same as RNA pudiyadayitte undaki RNA inde same sequence ulla except the case of thymine and uracil, okay, is displaced during transcription. അത് അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുകയാണ്. ആൻഡ് സ്ട്രേഞ്ച്ലി ദിസ് സ്ട്രാൻഡ് വിച്ച് ഡസ് നോട്ട് കോഡ് ഫോർ എനിത്തിങ്, ഒന്നിനെയും കോഡ് ചെയ്യാത്ത ആളെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇറ്റ്സ് എ കോഡിംഗ് സ്ട്രാൻഡ്. നമ്മൾ വിളിച്ച ആ പേരുകളെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നതാണ്, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ദാ കോഡ് കണ്ടോ? ടെംപ്ലേറ്റ് സ്റ്റാൻഡ്, കോഡിംഗ് സ്റ്റാൻഡ്. ടെംപ്ലേറ്റ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് കോംപ്ലിമെന്ററി ആണ് ദാ ഈ കോഡിംഗ് സ്റ്റാൻഡ് വരുന്നത്. കണ്ടോ? ATTA GC നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മളെ ടെക്സ്റ്റിൽ കൊടുത്ത സെയിം എക്സാമ്പിൾ ആണ്. ആൻഡ് ക്യാൻ യു ഐഡന്റിഫൈ അല്ലെങ്കിൽ ക്യാൻ യു റൈറ്റ് ദി RNA സീക്വൻസ്? പുതിയതായിട്ട് ഉണ്ടാവാൻ പോകുന്ന RNA സീക്വൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ഇറ്റ്സ് സിമ്പിൾ റൈറ്റ്? നമുക്കത് വളരെ എളുപ്പമല്ലേ? ഓക്കെ, എക്ക് പകരം നമ്മള് T ആണോ എഴുതുക? RNA ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ പൊളാരിറ്റി എഴുതണം. പൊളാരിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. പൊളാരിറ്റി എഴുതാതെ നിങ്ങളൊരു സ്റ്റാൻഡ് എഴുതരുത്. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഹിൻസിൽ പൊളാരിറ്റി എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പൊളാരിറ്റി എഴുതിയേ പറ്റൂ. സോ എക്ക് പകരം നമ്മൾ T അല്ല, നമ്മൾ U കൊടുക്കും. ടിക്ക് പകരം നമ്മൾ A കൊടുക്കും. ജിക്ക് പകരം നമ്മൾ C കൊടുക്കും. GUACGUAC. ഇതുണ്ടോ? ഇത് നേരെ ഈക്വൽ അല്ലേ? ഇത് സെയിം അല്ലേ സാധനം? കണ്ടോ? യുക്ക് പകരം T ആണ്, അല്ല ടിക്ക് പകരം U ആണെന്നുള്ള ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ അല്ലേ? റൈറ്റ്. ഇവിടെ കുറച്ചും കൂടി ചെരിഞ്ഞു പോയിട്ടോ. ഇനി അത് തെറ്റാന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഇത് നേരെയാണ് പോകുന്നത്. ഇവിടെ ചെറുതായിട്ടൊന്ന് ചെരിവ് വന്നു. ഓക്കെ, സോ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആൻഡ് കോഡിംഗ് സ്റ്റാൻഡ് അത് തറവായില്ലേ? അത് ക്ലിയർ ആയില്ലേ? ഇനി ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ട്രാൻസ്ക്രിപ്ഷൻ ആവശ്യമായിട്ടുള്ളൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ട്രാൻസ്ക്രിപ്ഷൻ നടക്കണമെങ്കിൽ, ക്ലിയർ ആയിട്ട് നടക്കണമെങ്കിൽ ഈ ഒരു യൂണിറ്റ്, ഈ സംഭവങ്ങളൊക്കെ വേണം. ഓക്കെ, ഏതൊക്കെയാണ്? എ പ്രൊമോട്ടർ സീക്വൻസ്, എ സ്ട്രക്ചറൽ ജീൻ ആൻഡ് എ ടെർമിനേറ്റർ. ഒരു പ്രൊമോട്ടർ വേണം, ഒരു സ്ട്രക്ചറൽ ജീൻ വേണം, ഒരു ടെർമിനേറ്റർ വേണം. സോ ദിസ് ഇസ് എ പ്രൊമോട്ടർ. നമ്മുടെ ടെക്സ്റ്റ് കൊടുത്ത സെയിം പിക്ചർ. ദിസ് ഇസ് എ പ്രൊമോട്ടർ ആൻഡ് ദിസ് ഇസ് എ ടെർമിനേറ്റർ. ഇതാണ് ടെർമിനേറ്റർ. പ്രൊമോട്ടറും ടെർമിനേറ്ററും. പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. സോ ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സൈറ്റ് ആണ് പ്രൊമോട്ടർ. സ്ട്രക്ചറൽ ജീൻ, ഇവിടെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ നടത്തുന്നത്, RNA ഉണ്ടാക്കുന്നത് ആ ജീനിനെ കോംപ്ലിമെന്ററി ആയിട്ട് ഉണ്ടാക്കിയിട്ടാണ്. ആൻഡ് ടെർമിനേറ്റ് ചെയ്യുന്ന ആള്, നിർത്തുന്ന ആള്, ട്രാൻസ്ക്രിപ്ഷനെ ടെർമിനേറ്റ് ചെയ്യുന്ന ആള്. സിമ്പിൾ സൂപ്പർ ഡ്യൂപ്പർ ടേംസ് ആണ്. പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ ആൻഡ് ടെർമിനേറ്റർ. മാറിപ്പോവില്ലല്ലോ. ആൻഡ് വരയ്ക്കുമ്പം നമ്മൾ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതുവാണെങ്കിൽ ഇങ്ങനെ വരച്ചൊക്കെ കാണിക്കുക. വരയ്ക്കുമ്പം പൊളാരിറ്റി തെറ്റിക്കരുത്. ഓക്കെ, ടെംപ്ലേറ്റ് സ്റ്റാൻഡിന് ഏതിനെ എഴുതുന്നോ അതിന് 3' to 5' ഡയറക്ഷൻ തന്നെ കൊടുക്കണം. ആൻഡ് നോൺ കോഡിംഗ് അല്ലെങ്കിൽ കോഡിംഗ് സ്റ്റാൻഡ് ഏത് എഴുതുന്നോ അതിന് 5' to 3' ഡയറക്ഷൻ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് എ പ്രൊമോട്ടർ? എന്താണ് പ്രൊമോട്ടർ? ദ പ്രൊമോട്ടർ ഈസ് സെഡ് ടു ബി ലൊക്കേറ്റഡ് ടുവേർഡ്സ് എ 5' എൻഡ് അപ്സ്ട്രീം. ഇവിടെ നോക്കിക്കേ, ഇതാണ് പ്രൊമോട്ടർ. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ടുവേർഡ്സ് എ 5' എൻഡ് എന്നാണ് പറയുന്നത്. ഇത് 3' അല്ലേ? 3' എൻഡിലേക്ക് എന്തുകൊണ്ട് അങ്ങനെ എഴുതിയില്ല? സി, ഇവിടെ നമ്മൾ ഈ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന്റെ ലൊക്കേഷൻ മുഴുവൻ പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ഈ സ്ട്രക്ചറൽ ജീനിന്റെ അപ്സ്ട്രീം ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞിട്ടാണ് പറയുക. അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇതാണ് സ്ട്രക്ചറൽ ജീനെങ്കിൽ അപ്സ്ട്രീം എപ്പോഴും ഇങ്ങോട്ടും, ഡൗൺ സ്ട്രീം എപ്പോഴും ആ സ്ട്രക്ചറൽ ജീനിന്റെ താഴോട്ടും ആയിരിക്കും. ഓക്കെ, അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം. യൂഷ്വലി നിങ്ങൾ ഹയർ സ്റ്റഡീസിലൊക്കെ പോകുമ്പോൾ അപ്സ്ട്രീമിന് എപ്പോഴും നിങ്ങൾ നെഗറ്റീവ് ചാർജും ഡൗൺ സ്ട്രീമിന് എപ്പോഴും പോസിറ്റീവ് ചാർജ് അങ്ങനെയൊക്കെയാണ് കൊടുക്കുക. ഓക്കെ, ലീവ് ഇറ്റ്. ഇവിടെ അപ്സ്ട്രീം ഡൗൺ സ്ട്രീം പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ കോഡിംഗ് സ്റ്റാൻഡ്. ഈ കോഡിംഗ് സ്റ്റാൻഡിന്റെ പൊളാരിറ്റിക്ക് അനുസരിച്ചാണ് അപ്സ്ട്രീം ഡൗൺ സ്ട്രീമിന്റെ ഈ പൊസിഷൻ, അതിന്റെ
പൊളാരിറ്റി പറയുന്നത്. ഓക്കെ, സോ പ്രൊമോട്ടർ ഈസ് ലൊക്കേറ്റഡ് ടുവേർഡ്സ് എ 5' എൻഡ്. എന്തിന്റെ 5' എൻഡ്? ഇതാ കോഡിംഗ് സ്ട്രാൻഡിന്റെ 5' എൻഡിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ടെർമിനേറ്റർ ടുവേർഡ്സ് എ 3' എൻഡ് ആൻഡ് ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഡൗൺ സ്ട്രീം അല്ലേ. ദിസ് ഇസ് ടുവേർഡ്സ് എ 5' എൻഡ് ആൻഡ് ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് അപ്സ്ട്രീം of the structural gene, and it is the DNA sequence that provides binding site for RNA polymerase. നമ്മൾ ഇനി DNA ഡിപ്പെൻഡന്റ് RNA polymerase എങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞ് വലുതാക്കേണ്ട ആവശ്യമില്ല. ഹംബ്ലി നമുക്ക് എന്ത് പറയാം? RNA polymerase, അത്രയും പറഞ്ഞാൽ മതി. ഓക്കെ, RNA polymerase, and it is a presence of promoter and the terminator. അതായത് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ പ്രൊമോട്ടറും ടെർമിനേറ്ററും എവിടെയാണ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് നോൺ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് പറയുന്നത്. പ്രൊമോട്ടർ ഇൻ ദ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ദാറ്റ് ഓൾസോ ഡിഫൈൻസ് എ ടെംപ്ലേറ്റ് ആൻഡ് കോഡിംഗ് സ്റ്റാൻഡ്. നമ്മൾ പറഞ്ഞതല്ലേ, ഇവിടെ നോക്കിക്കേ, പ്രൊമോട്ടർ ഇവിടെയാണ് ആൻഡ് ഇറ്റ് ഈസ് ടുവേർഡ്സ് എ 5' എൻഡ്. എന്തിന്റെ? കോഡിംഗ് സ്റ്റാൻഡിന്റെ 5' എൻഡിൽ. സോ അവിടെ നമുക്ക് പൊളാരിറ്റി വരയ്ക്കാം. 5' to 3', 3' to 5'. ഓൾവേസ് 3' to 5' ആയിരിക്കും ടെംപ്ലേറ്റ് സ്റ്റാൻഡ്, 5' to 3' ആയിരിക്കും കോഡിംഗ് സ്റ്റാൻഡ്. സപ്പോസ് ഇനി പ്രൊമോട്ടർ ഇവിടെയാണെന്ന് വിചാരിക്കുക. വിത്ത് റെസ്പെക്ട് ടു ദ കോഡിംഗ് സ്റ്റാൻഡ് എവിടേക്കായിരിക്കും? 5' എൻഡിലേക്കാണ് പ്രൊമോട്ടർ വേണ്ടത്. ആകെ മാറിപ്പോയില്ലേ, തിരിഞ്ഞില്ലേ? അപ്പൊ നമ്മളെ സ്റ്റാൻഡിന്റെ പൊളാരിറ്റി മാറി. ഇവിടെയാണ് കോഡിംഗ് സ്റ്റാൻഡിന്റെ 5' വരുന്നത്. 5' to 3'. അങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ 5', 3'ന് പകരം 5', ഇവിടെ 3'. അപ്പൊ ഇയാള് ആരായി? ഇവിടെ 5' ആയി, ഇവിടെ 3' ആയി. ഇനി പറഞ്ഞേ, 5' to 3' കോഡിംഗ് സ്റ്റാൻഡ് വരണം. ഏതാ കോഡിംഗ് സ്റ്റാൻഡ്? 5' to 3' അല്ലേ? ആണ്. ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഇത് നേരെ താഴോട്ട് തിരിച്ചിട്ടാൽ എങ്ങനെ? ഇയാള് മാറിപ്പോയില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വേറെ രീതിയിൽ പറഞ്ഞുതരാം. ഞാൻ വരയ്ക്കുന്നില്ല. പ്രൊമോട്ടർ ടുവേർഡ്സ് 5' എന്ന് നമുക്കറിയാം. പ്രൊമോട്ടർ ഇനി ആ സ്ഥലത്താണെങ്കിൽ, പ്രൊമോട്ടർ ഇവിടെയാണെങ്കിൽ, ഇതാണ് പ്രൊമോട്ടർ എന്ന് വിചാരിക്കുക. ഇതാണ് പ്രൊമോട്ടർ. ഓക്കെ, പ്രൊമോട്ടർ ഇസ് ടുവേർഡ്സ് 5' എൻഡ് അല്ലേ. പ്രൊമോട്ടർ ഈ 5' എൻഡിലാണ്. ഓക്കെ, ആൻഡ് ടെർമിനേറ്റർ, ഇതാണ് ടെർമിനേറ്റർ. താഴെ എഴുതി വെച്ച് നോക്കല്ലേ. ടെർമിനേറ്റർ ആൻഡ് ദാറ്റ് ടുവേർഡ്സ് 3' എൻഡ് ഓഫ് ദ കോഡിംഗ് സ്റ്റാൻഡ്. സോ 5' എൻഡ് 3' എൻഡ് ഇതാണ് കോഡിംഗ് സ്റ്റാൻഡ്. അപ്പം 3' to 5' ഇതാണ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. സോ ഇവിടെ ആയിരിക്കും നമ്മളെ സ്ട്രക്ചറൽ അല്ലാതെ RNA ഉണ്ടാക്കുന്നത്. ഓക്കെ, ഒന്ന് ആലോചിക്കേ, ടെംപ്ലേറ്റ് സ്റ്റാൻഡ് നോൺ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് നേരെ മാറിയില്ലേ? ടെംപ്ലേറ്റും കോഡിങ്ങും നേരെ മാറിയില്ലേ? പ്രൊമോട്ടറും ടെർമിനേറ്ററും എവിടെയാണോ അതിനനുസരിച്ച് നമ്മളെ ടെംപ്ലേറ്റും മാറും. ഓക്കെ, അതാണ് ഈ ലാസ്റ്റ് പോയിന്റ്. നിങ്ങൾ ആ ഒരു പൊളാരിറ്റി വെച്ച് നോക്കുക, പൊളാരിറ്റി ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഇനി അടുത്തത്, വാട്ട് ഈസ് എ ടെർമിനേറ്റർ? ദ ടെർമിനേറ്റർ ഇസ് ലൊക്കേറ്റഡ് ടുവേർഡ്സ് 3' and downstream of the structural gene and it is usually defines the end process of the transcription. ട്രാൻസ്ക്രിപ്ഷൻ എവിടെ നിൽക്കണം എന്ന് പറയുന്ന ആളാണ് ടെർമിനേറ്റർ. ഓക്കെ, ടെർമിനേറ്റർ സീക്വൻസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാല് കുറച്ച് സീക്വൻസ് ആണ്, ഒരു പ്രത്യേക തരത്തിലുള്ള കുറച്ച് സീക്വൻസ്. ആ സീക്വൻസ് കാണുമ്പോൾ നമുക്ക് RNA പോളിമറേസിന് അറിയാം, ഓക്കെ ഇവിടെ മുതൽ മതി, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് സ്ട്രാൻഡ് കോഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ട്രാൻസ്ക്രിപ്ഷൻ വേണ്ട. പ്രൊമോട്ടർ ആണെങ്കിലോ ഇവിടെയാണ് ഞാൻ പോയി ബൈൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് RNA പോളിമറേസിന് അറിയാം. ഓക്കെ, അങ്ങനെയാണ്. ഇനി ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആൻഡ് ദ ജീൻ, ഈ ഒരു ടോപ്പിക്കിലേക്ക് വരികയാണ്. സോ ജീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ ഒരുപാട് ഡെഫിനിഷൻസ് കേട്ടുപോയിട്ടുണ്ട്. ജീൻ ഇസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി അല്ലേ. ഹെറിഡിറ്റിക്ക് കാരണമായിട്ടുള്ള ബേസിക് സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ്, അതാണ് ജീൻ എന്ന് പറയുന്നത്. അതായത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന, ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്ന ആള്, ബേസിക് യൂണിറ്റ് എന്താണ്? ഇറ്റ്സ് എ ജീൻ, നത്തിങ് ബട്ട് ദ ജീൻ. ജീനാണ് നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. നമ്മുടെ ചില ക്യാരക്ടേഴ്സ് കോഡ് ചെയ്യുന്നത് ജീനിലാണ് അല്ലേ. അപ്പൊ അത് നമ്മുടെ കുട്ടിക്ക് കിട്ടുവാണെങ്കിൽ നമ്മുടെ ജീനാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ക്രോമോസോം എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ജീൻ എന്നാണ് പറയുക. സോ ജീനാണ് സ്ട്രക്ചറൽ യൂണിറ്റ്. ഇനി ഈ ഒരു ജീന് പല കാര്യങ്ങൾക്ക് കോഡ് ചെയ്യാം. ജീനാണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. ജീന് വേണമെങ്കിൽ RNA ഉണ്ടാക്കാം, mRNA ഉണ്ടാക്കാം, tRNA ഉണ്ടാക്കാം, rRNA ഉണ്ടാക്കാം. ഈവൻ ഒരു പ്രൊമോട്ടർ സീക്വൻസ്, ഒരു ടെർമിനേറ്റർ സീക്വൻസ്, ഇതൊക്കെ ഒരു ജീനാണ്.
ആൻഡ് ദാറ്റ് ഡസൻ കോഡ് ഫോർ എനി RNA. ഒരു RNAക്കും അവർ കോഡ് ചെയ്യുന്നില്ല. പ്രൊമോട്ടർ RNA ഉണ്ടാക്കുന്നില്ല, ടെർമിനേറ്റർ RNA ഉണ്ടാക്കുന്നില്ല. ദി ആർ ജസ്റ്റ് ഇൻഡിക്കേഷൻ സൈറ്റ്സ്. അതും ഒരു ജീനാണ്. അതും വേണമെങ്കിൽ ഒരു ജീനിന് ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ അവർക്കും കൂടെ പോവാം. സോ അതും ഒരു ഇൻഹെറിറ്റൻസിന്റെ യൂണിറ്റ് ആണ്. മനസ്സിലായോ? സോ ജീൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. സോ ദ DNA സീക്വൻസ് കോഡിംഗ് ഫോർ RNA molecule, not only mRNA but also tRNA, RNA, it's also a gene. Inheritance of a character is also affected by promoter and regulatory sequence of a structural gene. ഒരു സ്ട്രക്ചറൽ ജീനിന്റെ പ്രൊമോട്ടറും അതുപോലെ തന്നെ ഈ സ്ട്രക്ചറൽ ജീനിനെ റെഗുലേറ്റ് ചെയ്യുന്ന പല സീക്വൻസും ഉണ്ട് കേട്ടോ. സോ അതിന്റെ റെഗുലേറ്ററി സീക്വൻസും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ആ ജീനിന്റെ കൂടെ ഇൻഹെറിറ്റ് ചെയ്യാം. സോ എനിത്തിങ് ദാറ്റ് ഇസ് ഇൻഹെറിറ്റിംഗ്, എന്താണോ ഈ ജീനിന്റെ കൂടെ ഇൻഹെറിറ്റ് ചെയ്യുന്നത് അതൊക്കെ ജീനാണ്. സോ ഇൻഹെറിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, ഈ ജീനിന്റെ കൂടെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സപ്പോസ് നിങ്ങൾ ഇതൊന്ന് ആലോചിക്കുക, നമുക്ക് പ്രോട്ടീൻ വേണം, എന്തെങ്കിലും ഒരു ഹെയറിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീന്. ആ പ്രോട്ടീന് നമ്മുടെ കുട്ടിയിലേക്ക് നമ്മളിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. സോ ആ പ്രോട്ടീൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ജീനും ആ ജീനിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാരും എല്ലാം ഒന്നിച്ച് ഇൻഹെറിറ്റ് ചെയ്തു പോകുന്ന ആൾക്കാരാണ്. സോ ദേ ഓൾ ആർ ജീൻ. ഇനി RNA ഉണ്ടാക്കുന്ന ആൾക്കാർ മാത്രമാണ് ജീൻ എന്ന് പറയരുത്. അതിന് വേണ്ടിയിട്ടാണ് അത്രയും പറഞ്ഞത്. അതായത് ഒരു പ്രൊമോട്ടറും ഒരു ജീനായിരിക്കും, ഒരു റെഗുലേറ്ററി സീക്വൻസ് ഒരു ജീനായിരിക്കും, സ്ട്രക്ചറൽ ജീനും ഒരു ജീനാണ്. ആൻഡ് സംതിങ് ദ റെഗുലേറ്ററി സീക്വൻസ് ആർ ലൂസ്ലി ഡിഫൈൻഡ് ആസ് റെഗുലേറ്ററി ജീൻസ്. അതായത് റെഗുലേറ്ററി സീക്വൻസിന്റെ കൂടെ ഉള്ള ആൾക്കാർ റെഗുലേറ്ററി ജീൻ. ഈവൻ ദോ ദീസ് സീക്വൻസസ് ഡു നോട്ട് കോഡ് ഫോർ എനി RNA ഓർ പ്രോട്ടീൻ. അവരൊരു RNAക്ക് ഒരു പ്രോട്ടീനോ ഒന്നും കോഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അവർ ജീനാണ്. ദേ ഇൻഹെറിറ്റ് ടുഗദർ. ആൻഡ് വാട്ട് ഈസ് എ സിസ്ട്രോൺ? ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഒരു ജീനിനെയും ഒരു സിസ്ട്രോണിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റിയിരിക്കണം ഈ ചാപ്റ്റർ കഴിയുമ്പോഴേക്കും. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്, ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വാട്ട് ഇസ് സിസ്ട്രോൺ ആൻഡ് വാട്ട് ഇസ് ജീൻ. ഇപ്പൊ ജീൻ എന്താന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. ഇൻഹെറിറ്റ് ചെയ്യുന്ന ആൾക്കാർ, വെദർ ഇറ്റ് ഇസ് കോഡ് ഫോർ RNA, mRNA, tRNA, rRNA, എന്തിന് കോഡ് ചെയ്യുന്ന ആളാണെങ്കിലും, വെദർ ഇറ്റ് ഇസ് എ പ്രൊമോട്ടർ സീക്വൻസ് ഓർ ഇറ്റ് ഇസ് എ റെഗുലേറ്ററി സീക്വൻസ് ദാറ്റ് അസോസിയേറ്റ് വിത്ത് സ്ട്രക്ചറൽ ജീൻ. ഓക്കെ, ഇവരൊക്കെ ഒരു ജീനാണ്. ഇതിനൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ജീനായിട്ടാണ്. ആൻഡ് വാട്ട് ഇസ് എ സിസ്ട്രോൺ? സിസ്ട്രോൺ എന്ന് പറയുന്നത് ഒരു പോളിപെപ്റ്റൈഡിനെ കോഡ് ചെയ്യുന്ന ആൾ. പോളിപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? പെപ്റ്റൈഡ് ബോണ്ട് എവിടെയുള്ളത്? അമിനോ ആസിഡിന്റെ ഇടയിലുള്ള ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. അങ്ങനെ ഒരുപാട് അമിനോ ആസിഡ് ചേർത്ത് വെച്ചാൽ ആരായി? നമ്മളെ പ്രോട്ടീനായി. സോ പ്രോട്ടീൻ, പോളിപെപ്റ്റൈഡ് ഇസ് നത്തിങ് ബട്ട് പ്രോട്ടീൻ. ഓക്കെ, പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ഒരു ജീനാണ് സിസ്ട്രോൺ എന്ന് പറയുന്നത്. ഇയാള് പോയിട്ട് mRNA ആവുന്നു, mRNA പോയിട്ട് പ്രോട്ടീൻ ആവുന്നു. സിംപ്ലി സിസ്ട്രോൺ. അവിടെ നമുക്ക് വേണമെങ്കിൽ ജീൻ എന്നും പറയാം സിസ്ട്രോണിനെ, ഈ സെയിം സാധനത്തിന്, കാരണം mRNA ഉണ്ടാവുന്നുണ്ടല്ലോ. സോ ജീനും സിസ്ട്രോണും ഓവർലാപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെയുള്ള ദ സെഗ്മെന്റ് ഓഫ് DNA കോഡ് ഫോർ എ പോളിപെപ്റ്റൈഡ്, അതാണ് സിസ്ട്രോൺ. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒന്ന് മനസ്സിലേക്ക് എടുക്കുക. എന്താണ് അതിന്റെ ആൻസർ എന്നൊന്ന് പറയാം. ഓൾ സിസ്ട്രോൺസ് ആർ ജീൻസ് ബട്ട് ഓൾ ജീൻസ് ആർ നോട്ട് സിസ്ട്രോൺസ്. ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ടെക്സ്റ്റിൽ അങ്ങനെ എടുത്തു പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞു. ഇല്ല. ഓൾ സിസ്ട്രോൺസ് ആർ ജീൻസ് ബട്ട് ഓൾ ജീൻസ് ആർ നോട്ട് സിസ്ട്രോൺസ്. എന്താണ് അതിന്റെ ഡെഫിനിഷനിൽ തന്നെ ഉണ്ട്, ആ സിസ്ട്രോണിന്റെ ഡെഫിനിഷനിൽ തന്നെ ഉണ്ട്. സിസ്ട്രോൺസ് കോഡ് ഫോർ എ പോളിപെപ്റ്റൈഡ് ചെയിൻ. ഒരു പോളിപെപ്റ്റൈഡ് അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു mRNA കോഡ് ചെയ്യുന്ന ആളാണ് സിസ്ട്രോൺ. പക്ഷേ ജീൻ അങ്ങനെയല്ല. ജീന് tRNA കോഡ് ചെയ്യുന്നുണ്ട്, rRNA കോഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് കോഡ് ഫോർ ദ സീക്വൻസസ് ദാറ്റ് ഡസന്റ് കോഡ് ഫോർ എനി പ്രോട്ടീൻ. അല്ലെങ്കിൽ ഒരു RNA ഒരു പ്രോട്ടീനെ ഒന്നിനും കോഡ് ചെയ്യാത്ത ആൾക്കാരെ പോലും കോഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ജീൻ എന്ന് വിളിക്കും. സോ ഓൾ സിസ്ട്രോൺസ് ആർ ജീൻസ്. സിസ്ട്രോൺ ജീന് തന്നെയാണ്, ബട്ട് ഓൾ ജീൻസ് ആർ നോട്ട് സിസ്ട്രോൺ. എല്ലാ ജീനുകളും സിസ്ട്രോൺ അല്ല. മനസ്സിലായോ? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് വീഡിയോ പൗസാക്കി ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കേൾക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സിസ്ട്രോൺ. ഇനി പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലും ഈ സിസ്ട്രോണിന്റെ എണ്ണം അല്ലെങ്കിൽ സിസ്ട്രോണിന്റെ നമ്മൾ സിസ്ട്രോണിനെ പറ്റി പറയുമ്പോൾ വ്യത്യാസം വരും. പോളിസിസ്ട്രോണിക്, മോണോസിസ്ട്രോണിക്. മോണോസിസ്ട്രോണിക് എന്ന് പറഞ്ഞാൽ ഒരു സിസ്ട്രോൺ മാത്രം. ഒരു പ്രൊമോട്ടറിനും ഒരു ടെർമിനേറ്ററിനുമായിട്ട് ഇടയിൽ ഒരു സിസ്ട്രോൺ മാത്രമുള്ളതാണ് മോണോസിസ്ട്രോണിക്. ഇനി ഒരു പ്രൊമോട്ടറിന്റെയും ഒരു ടെർമിനേറ്ററിന്റെയും ഇടയിൽ ഒന്നിലധികം സിസ്ട്രോൺസ് വരുന്നതാണ് പോളിസിസ്ട്രോണിക്. സോ പോളിസിസ്ട്രോണിക് കണ്ടീഷൻ പ്രോകാരിയോട്സിലാണ് കാണുന്നത്. മോണോസിസ്ട്രോണിക് കണ്ടീഷൻ യൂകാരിയോട്സിലാണ് കാണുന്നത്. പ്രോകാരിയോട്സിൽ പോളിസിസ്ട്രോണിക്കും
യൂക്കാരിയോട്സിൽ മോണോസിസ്ട്രോണിക്കും. സോ പോളിസിസ്ട്രോണിക് എന്ന് പറയുമ്പോൾ ഒരു പ്രൊമോട്ടറിന്റെയും ഒരു ടെർമിനേറ്ററിന്റെയും ഇടയിൽ ആ സ്ട്രക്ചറൽ ജീൻ ഇല്ലേ, അതില് ഒന്നിലധികം പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന സിസ്ട്രോൺസ് ഉണ്ടാവും. ഒന്നിലധികം പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന സിസ്ട്രോൺസ് ഉണ്ടാവും. അതായത് ഇവർ ഒരാൾ ആക്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നിച്ചങ്ങോട്ട് ട്രാൻസ്ക്രൈബ് ചെയ്ത് പോയിട്ട് അതൊരു mRNA ആവുന്നു. അവര് പല പല പ്രോട്ടീൻസിനെ ആ ഒരു സ്റ്റാൻഡിൽ നിന്നും തന്നെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ യൂക്കാരിയോട്ടിന്റെ കേസിലാണെങ്കിൽ അവിടെ ഒരു പ്രൊമോട്ടറിനും ഒരു ടെർമിനേറ്ററിനും ഇടയിൽ ഒരൊറ്റ സിസ്ട്രോണേ ഉണ്ടാവുള്ളൂ, ഒരൊറ്റ പ്രോട്ടീനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതാണ് അതിന്റെ വ്യത്യാസം. ഇനി നമുക്ക് മാറിപ്പോരുതല്ലോ. സോ പ്രോകാരിയോട്ടില് പോളിസിസ്ട്രോണിക് PP, പ്രോകാരിയോട്ടിൽ പോളിസിസ്ട്രോണിക്, യൂകാരിയോട്ടിൽ മോണോസിസ്ട്രോണിക്. ഓക്കെ, ഇനി ട്രാൻസ്ക്രിപ്ഷന്റെ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ കോഡ്. ട്രാൻസ്ക്രിപ്ഷനിൽ R ഉണ്ട്. സോ ദാറ്റ് കോഡ് ഫോർ RNA. അതാണ് RNA സിന്തസിസ് ഫ്രം DNA. ഓക്കെ, മാറിപ്പോരുത്, മറന്നു പോകരുത്. സോ പോളിസിസ്ട്രോണിക്, മോണോസിസ്ട്രോണിക്. ഇനി അടുത്തതായിട്ട് യൂക്കാരിയോട്ടിൽ മോണോസിസ്ട്രോണിക് ആണെങ്കിൽ പോലും ഒരൊറ്റ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന സീക്വൻസ് മാത്രമാണെങ്കിൽ പോലും അവിടെ ഇന്ററപ്റ്റഡ് സീക്വൻസ് ആയിട്ടായിരിക്കും കാണാം. സിസ്ട്രോണ് ഒന്നിച്ചങ്ങോട്ട് ട്രാൻസ്ക്രൈബ് ചെയ്ത് അത് മുഴുവൻ പ്രോട്ടീൻ ആക്കാൻ പറ്റുന്ന ഒരു mRNA ആവുക എന്നുള്ളതല്ല കണ്ടീഷൻ. അവിടെ വേണമെങ്കിൽ നമുക്ക് പ്രോട്ടീന് കോഡ് ചെയ്യാത്ത ചില സാധനങ്ങൾ ഇടയ്ക്ക് തിരികെ വെച്ചിട്ടുണ്ടാവും. സോ ദിസ് റെഡ് പോർഷൻസ് ആർ കോഡ് ഫോർ പ്രോട്ടീൻ. ഈ റെഡ് പോർഷൻസ് ആണ് പ്രോട്ടീന് ഉണ്ടാക്കുന്ന സീക്വൻസ്, അല്ലെങ്കിൽ പ്രോട്ടീന് വേണ്ട സീക്വൻസ് അതൊക്കെയാണ് ഈ റെഡ് സീക്വൻസ്. അതിനിടയ്ക്ക് പ്രോട്ടീനിന് വേണ്ടാത്ത ചില സീക്വൻസ് ഉണ്ട്, ദാറ്റ്സ് മാർക്ക്ഡ് ബൈ ബ്ലൂ റീജിയൻസ്. ഓക്കെ, സോ ഇതിനെയാണ് ഇന്ററപ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇതിൽ പ്രോട്ടീൻ ആവശ്യമായിട്ടുള്ളതിനെ നമ്മൾ എക്സോൺ എന്നും ഇന്ററപ്റ്റഡ് സീക്വൻസിനെ ഇൻട്രോൺ എന്നും പറയുന്നു. ഇന്ററപ്റ്റഡ് സീക്വൻസിനെ ഇന്ററപ്റ്റഡ് ഇൻട്രോൺ അങ്ങനെ. ഓക്കെ, ഇടയിൽ കയറിയ ആൾക്കാരാണ് ഇൻട്രോൺസ്. യൂക്കാരിയോട്സിലാണ് ഇത് മോണോസിസ്ട്രോണിക് ആണെങ്കിൽ പോലും these monocystronic sequences exist in the form of interrupted sequences by exon and intron. Introns will interrupt the exons. Okay, ഇതിനെ നമ്മൾ പ്രോസസ് ട്രീറ്റ്മെന്റ് വഴി, അതായത് ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ mRNA പ്രീ mRNA ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. ഓക്കെ, അതായത് mRNA പ്രോസസ്സിങ് എന്ന് പറയും. നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് അതാ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഈ ഇൻട്രോണൊക്കെ കട്ട് ചെയ്ത് കളയും. നമുക്ക് വേണ്ടല്ലോ, mRNA എന്ന് പറയുന്നത് പ്രോട്ടീനിന് വേണ്ട സീക്വൻസ് മാത്രം മതിയല്ലോ. സോ അനാവശ്യമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ റൈബോസോമിനെ വായിക്കാൻ പറ്റൂല. റെസിപ്പീൻ്റെ ഇടയിൽ പായസം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുളക് പൊടി ഇടുക, മഞ്ഞപ്പൊടി ഇടുക എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പായസം കൊളാവൂലേ? ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ മുളകും മഞ്ഞപ്പൊടിയും ഒക്കെ എഡിറ്റ് ചെയ്ത് കളയണം. നമ്മൾ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ പ്രിന്റ് നമ്മളെ ഷെഫായിട്ടുള്ള റൈബോസോമിന് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് കളയണം. നമ്മൾ എഡിറ്റ് ചെയ്യില്ലേ, അതുപോലെ എഡിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അന്നേരം നോക്കട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ എടുത്ത് കളയണം. ആ മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇതൊന്നും നമ്മുടെ പ്രോട്ടീൻ ആവശ്യമില്ല, ഇതൊന്നും നമ്മളെ സ്ക്രിപ്റ്റിൽ വേണ്ട. ഇത് മാത്രമാണ് നമ്മളെ റെസിപ്പി. പ്യുവർ mRNA, മെച്ചർ mRNA. ഇതങ്ങോട്ട് റൈബോസോം നമ്മളെ ഷെഫിനെ കൊണ്ട് കൊടുത്താൽ മതി, പ്രോട്ടീൻ റെഡി. ഓക്കെ, സോ ഇതാണ് യൂക്കാരിയോട്ടിന്റെ കേസ്. പ്രോകാരിയോട്ടിന്റെ കേസിൽ അങ്ങനെയല്ല കേട്ടോ. പ്രോകാരിയോട്ടിന്റെ കേസിൽ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അവിടെ ഫുള്ള് പല പല പ്രോട്ടീൻ ആവശ്യമായിട്ടുള്ള സീക്വൻസ് മുഴുവൻ അങ്ങോട്ട് എഴുതി വെച്ചേക്കുക. ഓക്കെ, ഇനി ദ കോഡിംഗ് സീക്വൻസ് ഒരു എക്സ്പ്രസ്ഡ് സീക്വൻസ് ആർ എക്സോൺസ്. എക്സ്പ്രസ് ചെയ്യുന്ന സീക്വൻസ്, അതായത് പ്രോട്ടീനെ ഉണ്ടാക്കുന്ന സീക്വൻസ്. ഓക്കെ, ദോ സീക്വൻസ് ദാറ്റ് അപ്പിയർ ഇൻ മെച്ചർ mRNA or processed mRNA. മെച്ചർ mRNAയിൽ കാണപ്പെടുന്ന സീക്വൻസ് ആണ് എക്സോൺസ്. ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളയല്ലോ. നമ്മുടെ പ്യുവർ mRNAയിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെയാണ് ഈ എക്സോൺസ്. ഓക്കെ, the exons are interrupted by introns. Introns or intervening sequences do not appear in mature mRNA. നമുക്കറിയാം അല്ലേ, നമ്മൾ നേരത്തെ ആ നീലയൊക്കെ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞില്ലേ, അവരൊന്നും മെച്ചർ mRNAയിൽ കാണില്ല, പ്രോട്ടീനിലും കാണില്ല. ഓക്കെ, അടുത്തതായിട്ട് നമ്മളെ എൻസൈമിനെ പറ്റി കുറച്ച് പഠിക്കാനുണ്ട്. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. മാറിപ്പോവരുതേ, DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. ഈ DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് പ്രോകാരിയോട്ടിലും യൂക്കാരിയോട്ടിലും വ്യത്യസ്തമാണ്. പ്രോകാരിയോട്ടിൽ ഒരൊറ്റ ആളേ ഉള്ളൂ, RNA പോളിമറേസ്, സിംപ്ലി RNA പോളിമറേസ്. ഈ RNA പോളിമറേസ് തന്നെയാണ് rRNA ഉണ്ടാക്കുന്നതും mRNA ഉണ്ടാക്കുന്നതും tRNA ഉണ്ടാക്കുന്നതും. ഓക്കെ, നമ്മുടെ യൂക്കാരിയോട്ടിലേക്ക് വന്നപ്പോഴോ, യൂക്കാരിയോട്ട് കുറച്ചുകൂടി കോംപ്ലക്സ് ഓർഗാനിസം ആണ് അല്ലേ, വിത്ത് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. സോ യൂക്കാരിയോട്ടിന്റെ കേസിലായപ്പോൾ നമ്മളെ rRNA, tRNA, mRNA ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ വേറെ വേറെ ആൾക്കാർ വേണം. RNA polymerase 1, RNA polymerase 2, RNA polymerase 3.
1, 2, 3 ഇവർ 3 പേരും വേണം. ഇതിൽ ഈ RNA പോളിമറേസ് 1 ആണ് rRNA ഉണ്ടാക്കുന്നത്. rRNA റൈബോസോമൽ RNA, റൈബോസോമിലുള്ള RNA, റൈബോസോമിൽ തന്നെ 28S ഉണ്ട്, 18S ഉണ്ട്, 5.8S ഉണ്ട് RNAs. ഓക്കെ, സബ് യൂണിറ്റിൽ വരുന്ന RNAന്റെ കേസാണ്. നിങ്ങൾ ഹയർ ക്ലാസ്സിലൊക്കെ അധികമായിട്ട് പഠിക്കും. ഇപ്പോൾ ഇത് നോക്കിയാൽ 28, 18, 5.8 എല്ലാത്തിലും 8 ഉണ്ട്. പിന്നെ 2, 1, 5 somehow എങ്ങനെയെങ്കിലും ഓർത്തിച്ച് കിട്ടും. 28, 18S, 5.8S. And RNA polymerase 2 will code for mRNA or hnRNA, heteronuclear RNA. mRNA അല്ലെങ്കിൽ പ്രീ mRNA ആണ് ഇത്, പ്യുവർ mRNA അല്ല. അതായത് നേരത്തെ ആ ഇൻട്രോണിനെ കട്ട് ചെയ്ത് കളയുന്നതിന് മുന്നേ ഉള്ള mRNA അല്ലേ, അതിനാണ് നമ്മൾ ഇമ്മച്ചുർ mRNA അല്ലെങ്കിൽ പ്രീ mRNA എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹെറ്ററോ ന്യൂക്ലിയർ RNA. ഹെറ്ററോ എന്ന് പറഞ്ഞാൽ എന്താ, ഹോമോ എന്ന് പറഞ്ഞാൽ ഒരുപോലെ, ഹെറ്ററോ എന്ന് പറഞ്ഞാൽ വേറെ വേറെ ഡിഫറെന്റ്. ഇതാ ഇയാള് ഹെറ്ററോ അല്ലേ, ഇയാൾ ഹോമോ. ഇതാണ് മെച്ചർ mRNA. ഓക്കെ, പ്രിക്രൂസർ mRNA ആണ് ഇത്. ഈ മെച്ചർ mRNA ഉണ്ടാവുന്നത് ഇതിൽ നിന്നുമാണ്. ഇതുണ്ടാക്കുന്ന ആരാണ്? RNA പോളിമറേസ് 2 അല്ലേ. ഓക്കെ, സോ ഈ ഹെറ്ററോ ന്യൂക്ലിയർ mRNA നമ്മൾ ഹോമോ ആക്കണം. ഈ hnRNA ഉണ്ടാക്കുന്ന ആളാണ് RNA പോളിമറേസ് 2. ഇതിനെ പിന്നെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ മെച്ചർ mRNA ഉണ്ടാക്കുന്നത്. ഓക്കെ, RNA പോളിമറേസ് 3, tRNA, 5S rRNA, ഇതിന്റെ ബാക്കിയാണ് 5S rRNA ആൻഡ് snRNA, സ്മോൾ ന്യൂക്ലിയർ RNA. സോ ഇവരൊക്കെയാണ് ഉണ്ടാക്കുന്നത്. RNA polymerase 1, 2, 3 ഇവിടെ ഒരേ ഒരാളേ ഉള്ളൂ, ഇത് മാറിപ്പോരുത്. പ്രോകാരിയോട്ടിന്റെ ട്രാൻസ്ക്രിപ്ഷൻ വെരി സിമ്പിൾ, വളരെ എളുപ്പമാണ്. പ്രോകാരിയോട്ടിന്റെ, യൂകാരിയോട്ടിന്റെ ആണ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ്. സോ mRNA, tRNA, rRNA, ഐ ഹോപ്പ് യു ക്യാൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദീസ് 3. അതായത് mRNA എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ RNA ആണ്, ആൻഡ് ഇറ്റ് സിംപ്ലി എ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA. അതാണ് നമ്മളെ റെസിപ്പിയില്ലേ അല്ലേ, നമ്മൾ കോപ്പി അടിച്ച് കൊണ്ടുപോയ റെസിപ്പി. tRNA എന്ന് പറയുന്നത് ഒരു ക്ലോവർ ലീഫ് മോഡലാണ് നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്നത്. ബട്ട് ആക്ച്വലി അതൊരു ഇൻവേർട്ടഡ് എൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഇൻവേർട്ടഡ് എൽ ഷേപ്പ് ഇങ്ങനെയാണ്, അത് നമുക്ക് കാണാം എങ്ങനെയാണെന്നുള്ളത്. സോ tRNA ഇതെന്ന് പറഞ്ഞാലേ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA അല്ലേ, ഇങ്ങനെ സ്ട്രാൻഡ്സ് ഉണ്ടാവുമല്ലോ, അവർ തമ്മിൽ അവിടെയും ഇവിടെയൊക്കെ യോജിപ്പിച്ച് ഇങ്ങനെ ഈ ക്ലോവർ ലീഫ് മോഡൽ ആയി പോയതാണ് കേട്ടോ. അല്ലാതെ ഇതെന്ത് ഇങ്ങനെ എന്നുള്ളത് നോക്കരുത്, കോണിപ്പടി പോലെ. ഇത് തമ്മിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരെ അവിടെയും ഇവിടെയൊക്കെ തമ്മിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിനാണ് ഈ ഒരു സ്ട്രക്ചർ വന്നത്. tRNA ട്രാൻസ്ഫർ RNA ആണ്. എന്തിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അമിനോ ആസിഡിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മുടെ ഷെഫായിട്ടുള്ള റൈബോസോമിന് പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അമിനോ ആസിഡ് വേണം. അമിനോ ആസിഡിനെ കൊണ്ടുവരുന്നത് ആരാ? tRNA. ആൻഡ് rRNA, റൈബോസോമൽ RNA, റൈബോസോമിനുള്ളിലുള്ള RNAs. റൈബോസോമിന്റെ സബ് യൂണിറ്റ് ആണ് ഇത്, ലാർജർ സബ് യൂണിറ്റ്, സ്മോളർ സബ് യൂണിറ്റ്, അതിനുള്ളിലുള്ള RNAs ആണ് ഈ കാണിച്ചിരിക്കുന്നത്. റൈബോസോമൽ RNA can also act as an enzyme. അത് എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നു, റൈബോസൈമായിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ട്, ഓൾ പ്രോട്ടീൻസ് ആർ എൻസൈംസ് ബട്ട് ഓൾ എൻസൈംസ് ആർ നോട്ട് പ്രോട്ടീൻസ്. അതിനുള്ളൊരു ആൻസർ ആണ് ഈ റൈബോസൈം. ബിക്കോസ് റൈബോസൈം എന്ന് പറയുന്നത് ഒരു എൻസൈമാണ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ പ്രോട്ടീൻ, ഇറ്റ്സ് എൻ RNA ആക്ടിങ് ആസ് എൻ എൻസൈം. ഓക്കെ, ഓൾ പ്രോട്ടീൻസ് ആർ എൻസൈം ബട്ട് ഓൾ എൻസൈംസ് ആർ നോട്ട് പ്രോട്ടീൻ. അങ്ങനെയുള്ള ചില സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാം, നീറ്റിന് വരാം. ഓക്കെ, ആലോചിക്കണേ. ഇവിടെ mRNA ഡെലിവറി ഓക്കെ, mRNA എന്താ ഡെലിവറി ചെയ്യുക, എന്താ ഡെലിവറി ചെയ്യുന്നത്? നമ്മുടെ മെസ്സേജ് അല്ലെങ്കിൽ നമ്മളെ സ്ക്രിപ്റ്റിലെ. ഇവിടെയാണെങ്കിൽ mRNA എന്താ കൊണ്ടുപോകുന്നത്? മെസ്സേജ് ആണ് കൊണ്ടുപോകുന്നത്. ഇനി ഇത് ഇയാൾ tRNA ആയിരുന്നെങ്കിലോ എന്താ ഡെലിവറി ചെയ്യുന്നത്? tRNA ആയിരുന്നെങ്കിൽ tRNA ആയിരുന്നെങ്കിൽ എന്താ കൊണ്ടുപോവാ? tRNA അമിനോ ആസിഡിനെയാണ് ഡെലിവറി ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കുന്നേ ഉള്ളൂ. നമുക്ക് പിക്ടോറിയൽ ഇമേജസ് ആണല്ലോ നമ്മുടെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ നിൽക്കുക. ഓക്കെ, ഇനി പ്രോകാരിയോട്ടിലും യൂകാരിയോട്ടിലുള്ള ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോസസ്. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ ഇത്രയും കാര്യങ്ങൾ പഠിച്ച നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വളരെ എളുപ്പമായിരിക്കും. അവരെവിടെയൊക്കെ എപ്പോഴൊക്കെ യൂസ് ചെയ്യണം എന്ന് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, RNA പോളിമറേസ്, DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് ആണല്ലോ നമ്മുടെ എൻസൈം. RNA പോളിമറേസ് വേണം, നമുക്കൊരു ഡബിൾ സ്ട്രാൻഡഡ് DNA വേണം, അതിലൊരു ടെംപ്ലേറ്റ് സ്ട്രാൻഡും ഒരു നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡും അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡും ഒരു കോഡിംഗ് സ്ട്രാൻഡും ഉണ്ടാവും. അതിൽ 3' to 5' ഡയറക്ഷനുള്ള ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ തൊട്ട് കോംപ്ലിമെന്ററി ആയിരിക്കും നമ്മൾ RNA ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഈ DNA ഒരു ബുക്കാണ്,
ആ ബുക്കിനെ നമുക്ക് ഓപ്പൺ ചെയ്യണം വേണ്ടേ? ഓപ്പൺ ചെയ്ത് നമുക്ക് നമുക്കിങ്ങനെ കോപ്പി അടിച്ച് പോകണം. ഇവിടെ ഈ ബുക്ക് തുറന്ന് ആ റെസിപ്പി എഴുതിയെടുക്കുന്ന ആളാണ് നമ്മുടെ എൻസൈം. ബുക്ക് തുറന്ന് ഈ ബുക്ക് വായിച്ച് റെസിപ്പി ഇങ്ങനെ എഴുതിയെടുത്ത് പോകുന്ന ആളാണ് നമ്മളെ എൻസൈം. ഇറ്റ്സ് നത്തിങ് ബട്ട് ദ RNA പോളിമറേസ്. ബുക്ക് വായിച്ചത് ആ കോപ്പി എഴുതിയെടുക്കുന്നത് കണ്ടോ? കോപ്പിയാണ് ഈ മഞ്ഞ. ഓക്കെ, കോപ്പിയാണ് ഈ മഞ്ഞ. ഇതിലൊന്നും ഇല്ലാത്തൊരു കളർ എടുക്കുക. ഏത് കളറാടാ? ഏത്? ബ്ലാക്ക്. ഓക്കെ, RNA പോളിമറേസ് ഇങ്ങനെ കോപ്പി അടിച്ച് പോവാണ്. ഇത്രയും കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാ കേട്ടോ. പ്രൊമോട്ടർ വേണം, ടെർമിനേറ്റർ വേണം. ഇനി ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ്, ദ ഹോൾ പ്രോസസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ത്രീ സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനീഷ്യേഷൻ, എലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ഇനീഷ്യേഷൻ ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, എലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ഇനീഷ്യേഷൻ ഇസ് നത്തിങ് ബട്ട് ഈ ഒരു RNA പോളിമറേസ് പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു, ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നു. സിംപ്ലി. എലോങ്ങേഷൻ എന്ന് പറയുന്നത് ഈ RNA പോളിമറേസ് ഇതിങ്ങനെ വായിച്ച് എഴുതിയെടുത്ത് കോപ്പി അടിച്ച് പോകുന്നില്ലേ, അതാണ് എലോങ്ങേഷൻ. കണ്ടിന്യൂസ് സിന്തസിസ് ഓഫ് RNA. ഓക്കെ, വെറും RNA അല്ലേ, mRNA. ഓക്കെ, ഇനി ടെർമിനേറ്ററിൽ എത്തുന്നു, ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു, ദാറ്റ്സ് ടെർമിനേഷൻ. ഇനീഷ്യേഷൻ, എലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ, ഈ 3 സ്റ്റെപ്പ് ഉണ്ടെന്ന് എഴുതുക. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് ഇല്ലേ, ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്, അത് എഴുതണം. എൻസൈമിനെ പറ്റി എഴുതണം. പ്രോകാരിയോട്ടിൻ്റെതാണെങ്കിൽ പ്രോകാരിയോട്ടിൻ എൻസൈമിനെ പറ്റി എഴുതണം. യൂകാരിയോട്ടിലാണെങ്കിൽ 3 എൻസൈം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതും എഴുതണം. ഇത്രയും കാര്യങ്ങൾ ഒരു എസ്സേ ക്വസ്റ്റ്യന് നിങ്ങൾ എഴുതണം. അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു കോമഡി പരിപാടിയാണ്. RNA പോളിമറേസിന് വഴി അറിയില്ല. ഒരു കുഞ്ഞു കുട്ടീനെ പോലെയാ. നമ്മളോട് എവിടേക്കെങ്കിലും ഇങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ. അപ്പൊ അമ്മ ബസ് സ്റ്റോപ്പിലേക്കൊക്കെ ആക്കി തരൂലേ, അതുപോലെ ഒരു പരിപാടിയാ. RNA പോളിമറേസിന് അയാൾ പറയും, എന്നെ അവിടെ ആക്കി തന്നാൽ ഞാൻ എന്താന്ന് വെച്ചാൽ നോക്കി എഴുതിക്കോളാം, പക്ഷെ എനിക്ക് എവിടെ നിന്ന് എഴുതണം എവിടെ നിർത്തണം എന്നൊന്നും അറിഞ്ഞുകൂടാന്ന് പറയും. അപ്പം നമ്മൾ പറയും, പേടിക്കേണ്ട, RNA പോളിമറേസ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സിഗ്മ. നമുക്കൊക്കെ ഉണ്ടാവില്ലേ കുറച്ച് സിഗ്മ ഫ്രണ്ട്സ് അല്ലേ? എനിക്കും ഉണ്ട് സിഗ്മ ഫ്രണ്ട്സ്. അതുപോലെ RNA പോളിമറേസിനുണ്ട് കുറച്ച് സിഗ്മ ഫ്രണ്ട്സ്. സിഗ്മ ഫാക്ടർ എന്ന് നമുക്ക് വിളിക്കാം. ഈ സിഗ്മ ഫ്രണ്ട് വന്നിട്ട് പറയും, പ്രശ്നമാക്കല്ലേ, ഞാൻ പറഞ്ഞു തരാം, ഞാൻ കാണിച്ചു തരുന്നോടത്ത് നിന്ന് നീ അങ്ങോട്ട് എഴുതി തുടങ്ങിക്കോ എന്ന് പറയും. പിന്നെ ഈ സിഗ്മ ഫാക്ടർ വന്ന് RNA പോളിമറേസിന്റെ അടുത്ത് ചെന്ന് കൂടി ഇവർ രണ്ടുപേരും കൂടി ചെന്ന് സിഗ്മ ഫാക്ടർ പറയും, ഇതാണ് പ്രൊമോട്ടർ, ഇവിടുന്ന് അങ്ങോട്ട് നേരെ ടെർമിനേറ്റർ കാണുന്നവരെ നേരെ അങ്ങോട്ട് കോപ്പി അടിച്ച് തുടങ്ങിക്കോ എന്ന് പറയും. അതും പറഞ്ഞ് സിഗ്മ ഫാക്ടർ പോയി. അപ്പൊ RNA പോളിമറേസ് പറയും, അയ്യോ എനിക്ക് അറിഞ്ഞൂടാ, എവിടെ നിർത്തേണ്ടതെന്ന് അറിഞ്ഞൂടാ, ടെർമിനേറ്റർ എന്നൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂല, ഞാൻ അങ്ങനെ എഴുതി പോവും, എന്നോട് ആരെങ്കിലും പറഞ്ഞു തരണം എന്നറിയും. അപ്പം നമുക്ക് എന്തുണ്ട്, അവിടെ വേറൊരു ഫ്രണ്ട് കൂടി ഉണ്ട്, റോൺ, ഓർ സിംപ്ലി നമുക്ക് റോ എന്ന് വിളിക്കാം. ഓക്കെ, സിഗ്മേന്റെ വേറെ ഫ്രണ്ടാണ് റോ. സിഗ്മ ഇങ്ങനെ എഴുതുന്നു, റോ ഇങ്ങനെ എഴുതുന്നു, അത്ര വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, ഈ റോ ഫാക്ടർ വരുമ്പം നീ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് സിഗ്മ ഫാക്ടർ പറഞ്ഞു പോവും. ഓക്കെ, ഇപ്പൊ എന്തൊക്കെയായി? സിഗ്മ ഫാക്ടർ വന്നു, എന്നിട്ട് RNA പോളിമറേസിനോട് പറഞ്ഞു, നീ ഇവിടെ ചെന്ന് ബൈൻഡ് ചെയ്തോ, ഇതാണ് പ്രൊമോട്ടർ, ഇവിടെ നിന്ന് അങ്ങോട്ട് എഴുതി പൊയ്ക്കോ. ടെർമിനേറ്റർ ആവാൻ നേരം റോ ഫാക്ടർ വന്നോളെന്ന് പറഞ്ഞാൽ സിഗ്മ ഫാക്ടർ പോയി. എന്നിട്ട് നമ്മൾ RNA പോളിമറേസ് വായിച്ച് കോപ്പി അടിച്ച് RNA ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടോ? RNA ഇവിടെ ബൈൻഡ് ചെയ്തുകൊണ്ടിരിക്കൂല കേട്ടോ. RNA താഴോട്ടേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കും, ഉണ്ടാക്കുന്ന RNA ഇങ്ങനെ തൂങ്ങിക്കിടക്കും. എന്നിട്ട് ടെർമിനേറ്റർ എത്തുമ്പം നമ്മൾ ആര് വരും? നമ്മളെ അടുത്ത ഫ്രണ്ട് ആരാ? റോ ഫാക്ടർ വരും. റോ ഫാക്ടർ വന്നിട്ട് RNA പോളിമറേസിനോട് ബൈൻഡ് ചെയ്തിട്ട് പറയും, മതി, നിർത്ത്, കോപ്പിടിച്ചത് മതി, ഇത്ര മതി പ്രോട്ടീൻ ആവശ്യമുള്ള റെസിപ്പി, ടെർമിനേറ്റർ എത്തി, നിർത്തിക്കോ എന്ന് പറയും. അപ്പൊ RNA പോളിമറേസ് അവിടുന്ന് ഡിറ്റാച്ച് ചെയ്യും, ആ DNA നിന്ന് ഡിറ്റാച്ച് ചെയ്യും, എന്നിട്ട് RNA അങ്ങോട്ട് വിടും, RNA വിടും. ഇത്രയാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷന്റെ പ്രോസസ്സ്. ഇത് സെയിം ഇൻ ദ കേസ് ഓഫ് യൂകാരിയോട്സ് ഓൾസോ. ഓക്കെ, യൂകാരിയോട്സിലാണെങ്കിൽ പ്രോകാരിയോട്സിലാണെങ്കിൽ ഇതൊക്കെ സെയിം ആണ്. ഇനി യൂകാരിയോട്ടിൽ വേറെ കുറച്ച് കോംപ്ലിക്കേഷൻസ് വരും എന്ന് മാത്രമേ ഉള്ളൂ. സോ സിംപ്ലി എന്താ സംഭവിക്കുന്നത്? പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്യണമെങ്കിൽ സിഗ്മ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടും കൂടി വേണം. RNA പോളിമറേസും സിഗ്മ ഫാക്ടറും കൂടി പ്രൊമോട്ടറിൽ ചെന്ന് ബൈൻഡ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ബൈൻഡിങ് ഇനീഷ്യേഷൻ നടന്നു. ഇനീഷ്യേഷൻ നടന്നു കഴിഞ്ഞാൽ സിഗ്മ ഫാക്ടർ പോയി. എലോങ്ങേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, എലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ തുറന്ന് ഹെലിക്സ് തുറന്ന് സ്വന്തമായിട്ട് തുറക്കൂട്ടോ ഈ RNA പോളിമറേസ്. അത് വേറൊരു ലാഭാ. നമ്മളെ റെപ്ലിക്കേഷന്റെ സമയത്ത് DNA ഇങ്ങനെ തുറന്നു കൊടുക്കണമെങ്കിൽ വേറൊരാൾ വേണമായിരുന്നു, ഹെലിക്കേസ് എൻസൈം. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല പക്ഷേ. ഓക്കെ, ഇവിടെ ഇവര് സ്വന്തമായിട്ട് സംഹൗ ഓപ്പൺ എന്നാണ് നിങ്ങളെ ടെക്സ്റ്റിൽ പറയുന്നത്. അങ്ങനെ തുറന്ന് അതൊക്കെ വായിച്ച് കോപ്പിടിച്ച് ടെർമിനേറ്ററിൽ എത്തുമ്പം നമ്മളെ റോ ഫാക്ടർ
വരും, എന്നിട്ട് നിർത്തിക്കോ എന്ന് പറയും, RNA വിടും. ഇത്രയുള്ളടാ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. കണ്ടോ, RNA ആയി. ഓക്കെ, RNA polymerase binds to the promoter and initiates transcription. That's called initiation. ഇനി നമുക്ക് ബ്ലാക്ക് പറ്റില്ല, ഇനി നമുക്ക് വൈറ്റ് വേണം അല്ലെങ്കിൽ റെഡ് വേണം. ഓക്കെ, സോ ദാറ്റ്സ് ഇനീഷ്യേഷൻ. ആൻഡ് ഇറ്റ് marker, it's better option, and it uses nucleoside triphosphate as the substrate. ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്. RNA ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു, പക്ഷെ എവിടെ നിന്ന് എടുത്തിട്ട് ഉണ്ടാക്കും? ഇല്ലേ, നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊണ്ടുവരണമെങ്കിൽ നമ്മളെ മോണോമേഴ്സ് ഓഫ് എ പോളിമർ, നമ്മുടെ DNA ന്യൂക്ലിക് ആസിഡ് ആണ്, അതിന്റെ മോണോമേഴ്സ് ഏതാണ്? ന്യൂക്ലിയോടൈഡ്സ് ആണ് അല്ലെ, ന്യൂക്ലിയോടൈഡ്സ് ആണ്. ഈ ന്യൂക്ലിയോടൈഡ്സ് ഓരോന്നായിട്ട് വരിക എങ്ങനെയാണ്? ഇതാ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ആയിട്ടാണ് വരിക. അതിൽ 2 ഫോസ്ഫേറ്റ് കട്ട് ചെയ്ത് പോയി, എന്നിട്ട് ന്യൂക്ലിയോസൈഡ് മോണോഫോസ്ഫേറ്റ് ആയി, അത് കൂടിച്ചേർന്ന് ന്യൂക്ലിയോടൈഡ്സ്, പോളിന്യൂക്ലിയോടൈഡ്സ് ഓർ ന്യൂക്ലിക് ആസിഡ്. അപ്പൊ ആ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് എന്നാ നോക്കിയാലോ. സോ ഇതാണ് നമ്മളെ വെയിറ്റ്. നമുക്കിവിടെ ബ്ലാങ്ക് സ്ലൈഡ് ഉണ്ട്, പിന്നെന്തിനാ. ഓക്കെ, ഇതാണ് നമ്മളെ ഷുഗർ അല്ലേ, നമ്മളെ റൈബോസ് ഷുഗറോ ഡിയോക്സി റൈബോസ് ഷുഗർ. ഇവിടെ റൈബോസ് ഷുഗർ ആണല്ലോ, RNA ആണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. സോ റൈബോസ് ഷുഗർ ആണ് നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മുടെ ബേസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള പോർഷൻ. ഇവിടെയാണ് നമ്മുടെ ഫോസ്ഫേറ്റ്. ഇനി ഇത് അറ്റാച്ച് ചെയ്ത് പോകുമ്പോൾ ന്യൂക്ലിയോസൈഡ് മോണോഫോസ്ഫേറ്റ് ആണ്, അല്ലെങ്കിൽ സിംപ്ലി ന്യൂക്ലിയോടൈഡ് ആണ്. ഇതാണ് നമ്മളെ ന്യൂക്ലിയോടൈഡ്. പക്ഷേ ഇവിടെ തൊട്ട താഴെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. സോ ഇതാണ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഇനി അടുത്ത മുകളിലേക്ക് ഒരാളും കൂടി വരണം. നമ്മൾ RNA പോളിമറേസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് പോവാട്ടോ, എഴുതി പോവാണ് ഓരോ ലെറ്റേഴ്സ് ഇങ്ങനെ. അഡനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നൊക്കെ പറഞ്ഞിട്ട്, തൈമിൻ ഇല്ലടാ, യൂറാസിൽ. ഇപ്പൊ തെറ്റിച്ചാനെ, RNA അല്ലേ. ഓക്കെ, അപ്പൊ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് പോവുക. അപ്പൊ അടുത്ത ആള് വരണം. അടുത്ത ആൾ ഇങ്ങോട്ടേക്ക് വരുമ്പം എങ്ങനെയാ വരികയെന്നറിയോ? ഇങ്ങനെയല്ല, ന്യൂക്ലിയോടൈഡ് ആയിട്ടല്ല വരിക, ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ആയിട്ടാണ് വരിക. എങ്ങനെയാ? ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്, ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്. എന്തായിരുന്നു ന്യൂക്ലിയോസൈഡ്? നൈട്രജൻ ബേസും ഷുഗറും മാത്രമാണ് ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോടൈഡ് എപ്പോഴാവുക? ഫോസ്ഫേറ്റും കൂടി വരുമ്പോൾ. സോ നമ്മൾ ഫോസ്ഫേറ്റിനെ ഇവിടെ എടുത്തു പറയുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയില്ല. അത് കറക്റ്റ് ടേം അല്ല, തെറ്റാണ്. എങ്ങനെയാ കറക്റ്റ് ടേം? ഫോസ്ഫേറ്റിനെ നമ്മൾ എടുത്തു പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്, 3 ഫോസ്ഫേറ്റ് ഉണ്ടാവും. ഇങ്ങനെയാണ് ഇയാൾ വരിക. ഇയാൾ വരുന്നു, എന്നിട്ട് 2 ഫോസ്ഫേറ്റ് കട്ട് ചെയ്ത് പോകുന്നു, 2 ഫോസ്ഫേറ്റിന് പോകുന്നു, എന്നിട്ട് 1 ഫോസ്ഫേറ്റ് മാത്രം. അങ്ങനെ ആ കട്ട് ചെയ്ത് പോകുന്ന ആ എനർജി ഇല്ലേ, അത് വെച്ചിട്ടാണ് തൊട്ടടുത്ത ആളെ കൂടി യോജിപ്പിക്കുക. എനർജി വേണമല്ലോ എന്തിനും. സോ ആ എനർജിയാണ് എടുക്കുക. സോ ഇതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്, ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ആണ് വേണ്ടത്. എവിടെ പോയടാ നമ്മളെ? ഇവിടെയല്ല. Okay, nucleoside triphosphate as substrate and polymerizes the template dependent fashion following the rule of complementarity. Template ന്റെ കോംപ്ലിമെന്ററി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. It also facilitates opening of the helix and continuous elongation. Opening of the helix, somehow opening of the helix എന്നാണ് ടെക്സ്റ്റിൽ പറയുന്നത്. സോ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യുന്നുണ്ട്, ആ ഹെലിക്സിനെ ഓപ്പൺ ചെയ്തിട്ട് എഴുതി പോകാൻ വേണ്ടിയിട്ട്. And it continues the elongation process continue ചെയ്യുന്നു. Only a short stretch of RNA remains bound to the enzyme at the site of termination. Okay, അതായത് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ചെറിയൊരു RNA സ്റ്റാൻഡ് മാത്രമേ ഈ RNA പോളിമറൈസിന്റെ മുകളിൽ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ താഴോട്ടേക്ക്, ഈ ട്രെയിൽസ് ബിഹൈൻഡ് അങ്ങനെയാണ് പറയാ. RNA ഇങ്ങോട്ടാ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമല്ലേ താഴോട്ടേക്ക്, ചെറിയൊരു പോർഷൻ മാത്രമേ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, and once the polymerase reaches the terminatorൽ എപ്പോൾ എത്തുന്നു, അപ്പം the nascent RNA falls off. ബാക്കിയുള്ള RNA മുഴുവൻ അങ്ങോട്ട് വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. ഓൾസോ the RNA polymerase ആ DNA സ്റ്റാൻഡിൽ നിന്നും വിട്ടുപോകുന്നു. ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ ടെർമിനേഷൻ ഓഫ് ദ ട്രാൻസ്ക്രിപ്ഷൻ അവിടെ വെച്ചിട്ട് നിൽക്കുന്നു. ഓക്കെ, ഇവിടെ ഒന്നും നമ്മൾ സിഗ്മയെ പറ്റിയിട്ടൊന്നും പ്രതിപാദിച്ചിട്ട് പോലും ഇല്ല. ഇവിടെ മുതലാണ് നമ്മൾ പറയുന്നത്. ടെക്സ്റ്റിൽ വലിയൊരു ഓർഡറിലൊന്നും അല്ല, പക്ഷെ നിങ്ങൾ ഓർഡർ ആയിട്ട് ആൻസർ ചെയ്തണേ. ഓക്കെ, നമ്മൾ ആദ്യം ആ പറയുന്നിടത്ത് തന്നെ നമുക്ക് ഇനിഷ്യേഷൻ, എലോങ്ങേഷൻ, ടെർമിനേഷൻ പറയുന്നിടത്ത് തന്നെ നമുക്ക് ഈ സിഗ്മ ഫാക്ടറിനെയും റോ ഫാക്ടറിനെയും നമ്മൾ മെൻഷൻ ചെയ്യണം. സോ ദർ ആർ
an initiation factor and a termination factor. Initiation factor ആണ് നമ്മുടെ സിഗ്മ ഫാക്ടർ, ഇതാണ് ടെർമിനേഷൻ ഫാക്ടർ അല്ലെങ്കിൽ റോ ഫാക്ടർ. പി പോലെയാണ് എഴുതുക, പക്ഷെ ചെറിയൊരു ഇങ്ങനെ ഒരു വളവൊക്കെ ഉണ്ടാവും. ഓക്കെ, സിഗ്മ ഫാക്ടർ സിമ്പിൾ. ഓക്കെ, എന്താ ചെയ്യുന്നത്? സോ നമ്മുടെ DNA നമുക്ക് എങ്ങനെ വരയ്ക്കപ്പോൾ ഞാൻ ആ ഒരു ഇത് കാണിക്കുന്നില്ല. ഇവിടെ ഒരു ബബിൾ പോലെ ഫോം ചെയ്യുന്നു, ഓപ്പൺ ചെയ്തിട്ട്. ആരോ ഓപ്പൺ ചെയ്യുന്നത്? നമ്മൾ RNA പോളിമറൈസ് തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ സ്ട്രാൻഡ്. ഇത് ഓപ്പൺഡ് പോർഷൻ അവിടെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കിടക്കും. ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് പോർഷൻ ആണ്. ആ ചുരുക്ക് കാണിക്കുന്നില്ല കേട്ടോ, ഞാൻ ചുരുക്ക് കാണിച്ച കൺഫ്യൂഷൻ ആണ്. സോ ദിസ് ഇസ് ദ പ്രൊമോട്ടർ സൈറ്റ്. ഓക്കെ, ഇവിടെയാണ് ടെർമിനേഷൻ സൈറ്റ്. ഓക്കെ, RNA പോളിമറൈസ് വരുന്നു. RNA പോളിമറൈസ് അറിയില്ലല്ലോ എവിടെയാ ബൈൻഡ് ചെയ്യേണ്ടതെന്ന്, പ്രൊമോട്ടർ എവിടെയാന്നൊന്നും കണ്ണ് കാണാത്ത കുട്ടികളെ മാതിരി കളിക്കുക ചെയ്യുക. എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് വെച്ചാൽ ഞാൻ കോപ്പി അടിച്ചോളാം എന്ന് പറയുന്ന ആളാ. അപ്പൊ ആര് വരുന്നു? നമ്മളെ സിഗ്മ ഫാക്ടർ വന്നു. നമ്മുടെ സിഗ്മ ഫാക്ടർ വന്നു. പച്ച അതാ നന്നാവ്. ഓക്കെ, സിഗ്മ ഫാക്ടർ വന്നു. നിക്ക് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇവിടെ പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. ഇനിഷ്യേഷൻ നടന്നു. ഇനി അങ്ങോട്ട് എലോങ്ങേഷൻ. ബാക്കി RNA പോളിമറൈസിന്റെ പരിപാടിയാണ്. RNA പോളിമറൈസ് എലോങ്ങേറ്റ് ചെയ്യുന്നു. RNA പോളിമറൈസ് ഇതാ ഇതിലെങ്ങനെ പോയി. ഇതാണ് നമ്മളെ ടെംപ്ലേറ്റിന്റെ മുകളിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ പോയി ഇതിലെ പോകുന്നു. ആരെ ഉണ്ടാക്കുന്നു? നമ്മൾ RNA ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. RNA താഴോട്ടേക്ക് ഇങ്ങനെ തൂക്കി കിടക്കുകയാണ് ചെയ്യുക പുറത്തേക്ക്. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ പോയി ടെർമിനേറ്ററിൽ എത്തിയെന്ന് വിചാരിക്കുക. ടെർമിനേറ്ററിൽ എത്തിയാലും ഇയാൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് എന്ത് വേണം? നിൽക്കണ്ടേ? അപ്പൊ ആര് വന്നു? നമ്മളെ റോ ഫാക്ടർ വന്നു, ഫ്രണ്ട് വന്നു, എന്നിട്ട് നിർത്തിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് വിട്ടുപോകുന്നു. RNAയും പോന്നു, നമ്മളെ RNA പോളിമറൈസും പോന്നു, റോ ഫാക്ടറും പോന്നു, RNA പോന്നു, സിഗ്മ ഫാക്ടർ ഇവിടുന്നേ പോന്നു അല്ലേ? സിഗ്മ ഫാക്ടർ ഇവിടുന്നേ പോയി. ഓക്കെ, അപ്പൊ എല്ലാവരും പോയി RNA ആയി. RNA ഉണ്ടായി. ആ RNA ആണ് ഈ RNA. ഓക്കെ, mRNA does not require any processing to become active. This mRNA, prokaryote കേസിലുള്ള mRNAക്ക് വേറെ ഒരു പ്രോസസ്സിംഗും ആവശ്യമില്ല ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട്. ബിക്കോസ് they are the pure mRNA and that is ready for translation. Transcription and translation can be coupled. ഒരുമിച്ചാക്കാം. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും പ്രോകാരിയോട്ടിന്റെ കേസിൽ ഒരുമിച്ചാക്കാം, കപ്പിൾഡ് ചെയ്യാം. അതായത് ട്രാൻസ്ക്രിപ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ട്രാൻസ്ലേഷൻ നടക്കാം. അതെങ്ങനെയാ പോസിബിൾ ആവുമെന്ന് ആലോചിച്ചോക്കെ. ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ടുണ്ടായ ഈ RNA അല്ലേ, ആ RNA നമ്മളെ റൈബോസോം അല്ലെങ്കിൽ നമ്മളെ ഷെഫിന് വായിക്കാൻ കൊടുക്കണം. ഓക്കെ, റൈബോസോമിന്റെ അടുത്തേക്ക് എത്തണം. ഇതാണ് അവിടെ വെച്ചിട്ട് റൈബോസോമിന്റെ അടുത്ത് എത്തിയാൽ മാത്രമേ ഈ റൈബോസോം ഈ ഒരു കോപ്പി വായിച്ചിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കുള്ളൂ. പക്ഷേ ഈ പ്രോകാരിയോട്ടിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ? പ്രോകാരിയോട്ട് എന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ടാ? ബിക്കോസ് they doesn't have a well defined nucleus. അവർക്ക് ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഒന്നും ഇല്ല. അതായത് അവരുടെ സൈറ്റോസോളും ഈ നമ്മളെ ഈ ഒരു ന്യൂക്ലിക് ആസിഡും തമ്മിൽ സെപ്പറേഷൻ ഒന്നും ഇല്ല. DNA സൈറ്റോപ്ലാസത്തിൽ തന്നെയാണ് കിടക്കുന്നത്. വളരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടൊന്നുമല്ല, ഒരു സ്ഥലത്ത് കിടക്കുവാണ്. പക്ഷെ അവിടെ ഒരു ന്യൂക്ലിയർ മെംബ്രെയിനോ ഒരു ബാരിയറോ ഒന്നുമില്ല. നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ ആരുണ്ട്? റൈബോസോം ഉണ്ട് ഇല്ലേ? ഈ റൈബോസോമിന് വന്നിട്ട് ഇവിടെ ഈ RNA ഉണ്ടാവുന്ന RNA അടുത്തേക്ക് വന്നൂടെ? പോസിബിൾ ആണ്. കണ്ടോ? അയ്യോ എത്താത്ത എന്താ? സോ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം ഈ RNA താഴോട്ടേക്ക് തൂങ്ങി കിടക്കല്ലേ മക്കളെ? അല്ലേ? നമ്മളെ ഇവര് സൈറ്റോപ്ലാസത്തിൽ കിടക്കുകയാണ്. സൈറ്റോപ്ലാസത്തിൽ തന്നെ ആരും ഉണ്ട്? നമ്മളെ റൈബോസോം, നമ്മളെ ഷെഫും ഉണ്ട്. സോ ഷെഫിന് വലിയ പണിയൊന്നുമില്ല, എങ്ങോട്ട് പോകേണ്ട പണിയൊന്നുമില്ല. സൈറ്റോപ്ലാസത്തിൽ തന്നെ അവിടെ വെച്ച് RNA ഉണ്ടാവുന്നത് കണ്ടു. എന്നാ പിന്നെ പണി എളുപ്പമാക്കിക്കൂടെ? പെട്ടെന്ന് സമയം കളയണ്ട, പെട്ടെന്ന് പ്രോട്ടീൻ അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം. RNA വരുന്നു. RNA വന്നിട്ട് ഇവിടെ അങ്ങോട്ട് ബൈൻഡ് ചെയ്യും. RNA വന്ന് ഈ RNA അല്ല, റൈബോസോം വരുന്നു, RNAന്റെ മുകളിൽ ബൈൻഡ് ചെയ്യുന്നു. ഇവിടുന്ന് തന്നെ ട്രാൻസ്ലേഷൻ അങ്ങോട്ട് തുടങ്ങുന്നു. വായിച്ച് RNA കംപ്ലീറ്റ് ആവുമ്പോൾ തന്നെ നമ്മളെ റൈബോസോം ട്രാൻസ്ലേഷനും കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ട്രാൻസ്ലേഷൻ വഴി പ്രോട്ടീൻ ഉണ്ടാക്കി. ഇതാണ് പരിപാടി. സോ ദ ട്രാൻസ്ലേഷൻ ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ ക്യാൻ ബി കപ്പിൾഡ് ഇൻ കേസ് ഓഫ് പ്രോകാരിയോട്സ്, നോട്ട് ഇൻ കേസ് ഓഫ് യൂകാരിയോട്സ്. ഓക്കെ, ഇൻ കേസ് ഓഫ് പ്രോകാരിയോട്സ് ഓൺലി. അതെന്തുകൊണ്ടാ? ബിക്കോസ് they doesn't have a well defined nucleus and the cytoplasm and the nucleic acid are not separated with any barriers, so the ribosome is free to attach to the
newly synthesized mRNA, and the mRNA is does not need any processing, further processing ഒന്നും ആവശ്യമില്ല, because that is a pure mRNA without any interruption of the intron sequences. ഇത് interrupted sequence അല്ല, prokaryote നമ്മൾ പറഞ്ഞതാണ്. Interrupted sequence intron വരുന്നത് എവിടെയാ? നമ്മൾ eukaryote മാത്രമാണ്. Okay, so that's a pure mRNA. So I hope you it's clear. Okay, so this is eukaryotes. അടുത്തത് യൂക്കാരിയോട്ടിനെയാണ് പഠിക്കാനുള്ളത്. സിമ്പിൾ ആണ്. അതായത് പ്രോകാരിയോട്ടിനെ പഠിച്ചതുകൊണ്ട് യൂക്കാരിയോട്ടിന്റെ സിമ്പിൾ ആയിരിക്കും. ബിക്കോസ് നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അതായത് സിഗ്മ ഫാക്ടർ വന്നു, ഇനീഷ്യേഷൻ നടന്നു, എലോങ്ങേഷൻ നടന്നു, ടെർമിനേഷനിൽ റോ ഫാക്ടർ വന്നു, ടെർമിനേഷനും ആയി. ഇനി ഇവിടെ വ്യത്യാസപ്പെട്ട് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഓൺലി ദിസ് mRNA എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിട്ടുള്ളത് പ്രീ mRNA ആണ്, അല്ലെങ്കിൽ മെച്ചർ ആയിട്ടുള്ള mRNA അല്ല. ഈ mRNA ഹെറ്ററോജീനിയസ് ന്യൂക്ലിയർ RNA ആണ്, അതായത് HNRNA ആണ്. HNRNA നേരത്തെ നമ്മൾ പഠിച്ചല്ലേ, HNRNA ഹെട്രോജീനിയസ് ആണ്. എക്സോൺ ഇൻട്രോൺ എക്സോൺ ഇൻട്രോൺ എക്സോൺ ഇൻട്രോൺ എക്സോൺ ഇൻട്രോൺ. അതായത് ഇയാളൊന്നും നമ്മളെ പ്രോട്ടീന് കോഡ് ചെയ്യാത്ത ഇൻട്രോൺസ് ആണ്, ഇന്ററപ്റ്റഡ് സീക്വൻസസ് ആണ്, ഇന്റർവെനിങ് സീക്വൻസസ് ആണ് ഇൻട്രോൺസ്. ഈ മഞ്ഞയാണ് നമ്മളെ പ്രോട്ടീൻ ആവശ്യമായിട്ടുള്ള സീക്വൻസ്. അത് മാത്രം നമുക്ക് വേണം. സോ അത് മാത്രം വേണമെങ്കിൽ നമുക്ക് അവരെയൊക്കെ കട്ട് ചെയ്ത് കളയണം. മാത്രവുമല്ല യൂക്കാരിയോട്ട് എന്ന് പറയുമ്പോൾ യൂക്കാരിയോട്ട്സ് ആർ ദോസ് ഓർഗാനിസം ദാറ്റ് ഹാവിങ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്, റൈറ്റ്? ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്, നല്ലൊരു ബാരിയർ ഉണ്ട്. ആ ന്യൂക്ലിയസിനകത്ത് നമ്മളെ റൈബോസോം ഇല്ല. നമ്മളെ മെച്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹൈ ഷെഫ് ആയിട്ടുള്ള റൈബോസോം ഇല്ല നമ്മളെ ന്യൂക്ലിയസിനകത്ത്. എവിടെയുള്ളത്? സൈറ്റോപ്ലാസത്തിൽ. അപ്പോൾ ന്യൂക്ലിയസിൽ ഉണ്ടായ ഈ mRNA ന്യൂക്ലിയസിനെ കടന്ന് നമ്മളെ സൈറ്റോപ്ലാസത്തിൽ എത്തണം. അത് നമ്മൾ ആദ്യത്തെ ഒരു ചിത്രം കണ്ടത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് നമ്മളെ ന്യൂക്ലിയസ്. ഇവിടെ വെച്ചിട്ട് ഈ mRNA ന്യൂക്ലിയസിന് പുറത്തെത്തിയിട്ടാണ് റൈബോസോം അറ്റാച്ച് ചെയ്യുന്നത്. പ്രോകാരിയോട്ടിന് ഈ ഒരു ന്യൂക്ലിയസ് സൈറ്റോപ്ലാസം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടോ? ഇല്ല, അവിടെ ന്യൂക്ലിയസ് ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മളെ ഈ ഒരു mRNAക്ക്, പുതിയതായിട്ടുണ്ടായ mRNAക്ക് ന്യൂക്ലിയസിന് പുറത്തേക്ക് വന്ന് സൈറ്റോപ്ലാസത്തിൽ എത്തി ഷെഫിൻ്റെ അടുത്തേക്ക് പോകണം. അത്രയും ദൂരം സഞ്ചരിക്കുമ്പം നമ്മൾ ഈ mRNAക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റാൻ ചാൻസ് ഇല്ലേ? ഒരു സൈഡിൽ നിന്നും വേണമെങ്കിൽ ന്യൂക്ലിക് ആസിഡ്സ്, ഈ ന്യൂക്ലിയോടൈഡ്സ് ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പോവാം, കട്ട് ചെയ്ത് പോവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്ന് അതിനെ നശിപ്പിക്കാം. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. നമ്മൾ പുറത്ത് പോകുമ്പോൾ വെയിൽ കൊള്ളാതിരിക്കാൻ നമ്മൾ തൊപ്പി വെക്കില്ലേ? അതുപോലെയൊക്കെ ഇയാൾക്ക് ഒരു തൊപ്പി വെക്കണം. 5' to 3' ഡയറക്ഷനിൽ ഉണ്ടായിട്ടുള്ള നമ്മളെ ന്യൂലി സിന്തസൈസ്ഡ് mRNA അല്ലെങ്കിൽ HNRNA ഹെട്രോജീനിയസ് ന്യൂക്ലിയർ RNA, അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ക്യാപ്പ് കൊടുക്കും. ക്യാപ്പിംഗ്, ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് ക്യാപ്പിംഗ്. ഒരു ക്യാപ്പ് കൊടുക്കും. എന്ത് ക്യാപ്പാണെന്നറിയോ? മീഥൈൽ ഗുവാനോസിൻ 5' എൻഡിൽ മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഗുവാനോസിൻ. ആൻഡ് യു നോ വാട്ട് ഇസ് ഗുവാനോസിൻ, റൈറ്റ്? സൈറ്റിഡിൻ, തൈമിഡിൻ, സൈറ്റോസിൻ, അഡിനിൻ, തൈമിഡിൻ നമ്മൾ പഠിച്ചതല്ലേ? ഓക്കെ, ഗുവാനോസിൻ നമ്മൾ പഠിച്ചതാണ്. ഗുവാനിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള ന്യൂക്ലിയോസൈഡ് ആണ്. ഓക്കെ, അതിൻ്റെ മുകളിൽ ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ്, മീഥൈൽ ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഗുവാനോസിൻ എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞു? ഗുവാനിൻ അത് 3 ഫോസ്ഫേറ്റ് എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഗുവാനോസിൻ എന്ന് വിളിച്ചത്. നമ്മൾ നേരത്തെ പഠിച്ചല്ലേ ന്യൂക്ലിയോസൈഡ്. അതുപോലെ ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ്, മീഥൈൽ ഗ്രൂപ്പ്, ഒരു CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആളാണ് ഗുവാനിൻ മോളിക്യൂൾ കേട്ടോ. അതിനെ നമ്മൾ ഈ ഒരു അറ്റത്ത് അങ്ങോട്ട് കൊടുക്കും. അതിനെയാണ് നമ്മൾ ക്യാപ്പിംഗ്, ഒരു ക്യാപ്പ് വെച്ച പോലെ. അവരെന്തിനാ പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മളെ mRNA? മാത്രമല്ല റൈബോസോം ഷെഫിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഷെഫിന് വന്ന് അറ്റാച്ച് ചെയ്യേണ്ട പൊസിഷൻ ഏതാന്ന് കാണിച്ചു കൊടുക്കുന്ന ആളൊക്കെയാണ് ഈ ക്യാപ്പ്. ഓക്കെ, അതിന് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ പഠിക്കും. ഇതിപ്പം ഒരു ക്യാപ്പ് നമ്മൾ കൊടുത്തു, ക്യാപ്പിംഗ്. ഇനി ഇയാളിങ്ങനെ താഴോട്ടേക്ക് വരുവാണല്ലോ, അപ്പൊ തന്നെ നമ്മൾ സമയം കളയാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഈ ആവശ്യമില്ലാത്തതിനൊക്കെ അപ്പൊ തന്നെ അങ്ങനെ കട്ട് ചെയ്ത് കളയണം, വേണ്ടേ? ദാറ്റ് ഇസ് നോൺ ആസ് സ്പ്ലൈസിങ്. ഈ എക്സോണും ഇൻട്രോണും, അതിൽ നിന്നും എക്സോണിൽ നിന്നും ഇൻട്രോൺസിനൊക്കെ കട്ട് ചെയ്ത് കളയണം. ആ കട്ട് ചെയ്ത് കളയുന്ന പരിപാടിയാണ് ഇത്. ഇയാൾ ഇങ്ങനെ അങ്ങോട്ട് വളയും, എന്നിട്ട് ഇതിനെ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞാൽ പോരെ, ഈ വട്ടത്തിനൊക്കെ അങ്ങോട്ട് മുറിച്ച് കളയും. സോ ദാറ്റ് ഇസ് സ്പ്ലൈസിങ്. ആൻഡ് അറ്റത്തെത്തിക്കഴിഞ്ഞാൽ, ടെർമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, RNA വിട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് ഇങ്ങനെ നീന്തി ന്യൂക്ലിയസ് കടന്ന് സൈറ്റോപ്ലാസത്തിൽ എത്തണം. അപ്പൊ അവിടെ ഒരു ടെയിൽ ഉണ്ടാവും. ആ ടെയിലല്ല, ഒരു ബാക്ക് ഭാഗമല്ലേ, ക്യാപ്പ് ഉണ്ട്, സ്പ്ലൈസിങ് കഴിഞ്ഞു, ഇനി ബാക്ക് ഭാഗം അങ്ങനെ കിടക്കുക. അപ്പൊ അതിനെയും നമുക്കൊന്ന് പ്രൊട്ടക്ട് ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടെയിലും കൊടുക്കും, ഒരു വാലും കൊടുക്കും.
ടെയിൽ എന്ന് പറയുന്നത് അഡനിൻ റെസിഡ്യൂസ് പോളി അഡിനിലേഷൻ ആണ്. എൻ്റെ മോനെ നാവൊക്കെ ഒളുക്കുന്നത്. അതായത് അഡനിൻ എന്ന് പറഞ്ഞാണ്ട് ഒരു 200 മുതൽ 300 അഡനിൻ വരെ അങ്ങോട്ട് കൊടുക്കും ഒരു വാലായി. ഓക്കെ, അപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് ആ ഇതിനുള്ളിലുള്ള ആൾക്കാർക്ക് ഒന്നും പറ്റില്ല. മനസ്സിലായി? സിംപ്ലി ഇത്രയേ ഉള്ളൂ. പ്രോകാരിയോട്ടിൽ അധികം പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പ്രോകാരിയോട്ടിൽ നമ്മളെ ഷെഫ് ഇവിടെ വന്നിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കുമായിരുന്നു. ഇയാൾക്ക് അധികം ദൂരം പോകാനൊന്നുമില്ല. അതുകൊണ്ട് സിംപ്ലി അവർക്ക് ഈ ഒരു RNAക്ക് പ്രോസസ്സ് ചെയ്യാനൊന്നും ഇല്ല, ഇങ്ങനെ തന്നെയാണ് നിൽക്കുക. പക്ഷെ യൂകാരിയോട്ടിൽ ന്യൂക്ലിയസ് ഉള്ളത് കൊണ്ട് റൈബോസോം ഷെഫ് ഇങ്ങോട്ട് വരില്ല, നമ്മൾ അങ്ങോട്ട് പോകണം, ഷെഫിൻ്റെ അടുത്തേക്ക് പോകണം. പോണ വഴിക്ക് നമുക്ക് നമ്മൾ ഈ ഒരു പ്യുവറായിട്ട് നമ്മൾ ഈ ഒരു RNA ഇല്ലേ അതിൻ്റെ സീക്വൻസിന് ഒന്നും പറ്റാൻ പാടില്ല. അത് പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഒരു ടെയിലും ഒരു ക്യാപ്പും ഒക്കെ കൊടുക്കുന്നത്. ഒരു ക്യാപ്പും ഒരു ടെയിലും. ക്യാപ്പ് പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമല്ല, നമ്മളെ റൈബോസോമിന് വന്നിട്ട് ഇവിടെ ബൈൻഡ് ചെയ്യണം എന്നുള്ളത് ഒരു ഇൻഡിക്കേഷൻ കൊടുക്കാനും കൂടിയാണ് നമ്മൾ ഈ ക്യാപ്പ്. എന്ത് ക്യാപ്പാ? 5-മീഥൈൽ അല്ലെങ്കിൽ മീഥൈൽ ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഓക്കെ, മീഥൈൽ ഗുവാനോസിനാണ് ആഡ് ചെയ്യുന്നത്. ടെയിൽ എന്താ? അഡനിനാണ്. ഒരുപാട്, ഒരു 200 മുതൽ 300 അഡനിൻ വരെ. പോളി അഡിനലേഷൻ. ഒരു പോളി എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്നുള്ള അർത്ഥമാണ്. സോ പോളി അഡിനലേഷൻ, അതാണ് ടെയിലിങ്. എവിടെയാ ക്യാപ്പ് കൊടുക്കുന്നത്? 5' എൻഡിൽ. എവിടെയാ ടെയിൽ കൊടുക്കുന്നത്? 3' എൻഡിൽ. അതിനൊരു റീസണും കൂടി ഉണ്ട്. കാരണം എന്താ? RNA സിന്തസിസ് ഒക്കേഴ്സ് ഫ്രം 5' to 3' ഡയറക്ഷൻ. അപ്പൊ ആദ്യം പുറത്തേക്ക് വരുന്ന തല ഏതാ? 5' തലയല്ലേ? അവിടെ പോയിട്ടല്ലേ ക്യാപ്പ് വെച്ച് കൊടുക്കുക. പിന്നെ അവസാനം വരുന്നതാണ് 3'. അവിടെയാണ് നമ്മൾ ടെയിൽ കൊടുക്കുക. അതിനിടയ്ക്ക് നടക്കുന്ന പരിപാടിയാണ് ഈ സ്പ്ലൈസിങ്. അതായത് ഇൻട്രോൺസിനെ കട്ട് ചെയ്ത് കളയുക. സോ ദ ഓർഡർ ഈസ് ക്യാപ്പിംഗ്, സ്പ്ലൈസിങ് ആൻഡ് ടെയിലിംഗ്. ആ ഒരു ഓർഡറിലാണ് നടക്കുക mRNA പ്രോസസ്സിങ്. ഓക്കെ, so primary transcript contain both exons and introns and are non-functional. Introns are non-functional, so hence it is subjected to splicing. So when the introns are removed and exons are joined, intron ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് exon ഒക്കെ ഒട്ടിക്കും. And capping an unusual nucleotide, that is methyl guanosine triphosphate. methyl guanosine triphosphate. ഗുവാനോസിൻ എന്ന് പറയുന്ന ന്യൂക്ലിയോസൈഡ് ആണ്. അതുകൊണ്ടാണ് ട്രൈഫോസ്ഫേറ്റ് എന്ന് എടുത്ത് പറയുന്നത്. മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 5' എൻഡിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിന് 5-methyl guanosine എന്നൊക്കെ പറയും. And it's added to the 5' end of the hnRNA, heteronuclear RNA. അതിന്റെ മുകളിലേക്കാണ് ആഡ് ചെയ്യുന്നത്. വെറും mRNA അല്ല. mRNA എന്ന് പറയുമ്പോൾ നല്ല പോലെ പരിപാടിയൊക്കെ ഇൻട്രോണൊക്കെ കളഞ്ഞിട്ടുള്ള ഒരു മെച്ചർ mRNA ആണ്. hnRNA എന്ന് പറയുന്ന ഇൻട്രോണിനെ കളയാത്ത mRNA ആണ്. അതെന്തുകൊണ്ടാണ് നമ്മളിവിടെ hnRNA എന്ന് പറഞ്ഞത്? കാരണം ഇൻട്രോണിനെ കളയുന്നതിന് മുന്നേ നമ്മളിവിടെ ക്യാപ്പ് കൊടുക്കുന്നുണ്ട്. ഇയാളെ കളയുന്നതിന് മുന്നേ നമ്മളിവിടെ ക്യാപ്പ് കൊടുക്കുന്നുണ്ട്. സോ ദിസ് ഇസ് എൻ hnRNA. ഇവിടെയാണ് mRNA വരുന്നത്. സോ അവിടെ വെറും mRNA നിങ്ങൾ പറഞ്ഞിരിക്കരുത്. ഇതാണ് ടെക്നിക്കലി കറക്റ്റും hnRNA. ആൻഡ് ടെയിലിങ്, അഡിനൈലേറ്റ് റെസിഡ്യൂസ് 200 മുതൽ 300 എണ്ണം ആർ ആഡഡ് ടു ദ 3' end of the template ഇൻഡിപെൻഡന്റ് മാനർ. അതായത് ടെംപ്ലേറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട. ടെംപ്ലേറ്റിന്റെ കോംപ്ലിമെന്ററി ആണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ടെംപ്ലേറ്റിൽ ഒരുപാട് ടി ഉണ്ടോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ടെംപ്ലേറ്റിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ അഡനിൻ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കും. ആര്? RNA പോളിമറേസ്. Okay, and it is fully processed hnRNA, now called mRNA, that is transported to the outside the nucleus for translation. Okay, ഇതാണ് നമ്മളെ സ്പ്ലൈസിംഗ് പോർഷൻ. ഇതാണ് മെച്ചർ mRNA with a cap, 5' cap and a 3' tail. Okay, so that is simply transcription. നിങ്ങൾ വിചാരിക്കുന്ന അത്രയും കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഈ വീഡിയോ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റോടു കൂടി എൻജോയ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ പഠിക്കാവുന്നതേ ഉള്ളൂ. അത്ര എളുപ്പമാണ്. ആകെ കുറച്ച് ടേംസ് പഠിക്കാനേ ഉള്ളൂ. പിന്നെ അവരെന്തൊക്കെ ചെയ്യുന്നു, നമ്മൾ ഇതുപോലെയുള്ള കുറച്ച് ക്ലൂ വെച്ചിട്ട് അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായി, രസമായി. ഓക്കെ, ഇതാണ് പ്രോകാരിയോട്ടിക് സെല്ലിൽ, ഇതാണ് യൂകാരിയോട്ടിക് സെല്ലിൽ. പ്രോകാരിയോട്ടിക് സെൽ ഡസൻറ്റ് കണ്ടെയ്ൻ എ ന്യൂക്ലിയസ്, ബട്ട് ദി യൂകാരിയോട്ടിക് സെൽ ഡസ് കണ്ടെയ്ൻ എ ന്യൂക്ലിയസ്. ഓക്കെ, സോ ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ DNA നിന്നും RNA ഉണ്ടാവുന്നു. അപ്പം തന്നെ നമ്മളെ റൈബോസോം പോയിട്ട് ട്രാൻസ്ലേഷൻ നടത്തുന്നു, പ്രോട്ടീനെ ഉണ്ടാക്കുന്നു. ഇവിടെ ന്യൂക്ലിയസ് ഉള്ളത് കൊണ്ട് mRNA ഉണ്ടാവുന്നു. mRNAക്ക് ഒരു ക്യാപ്പ് ഒരു ടെയിലും ഒക്കെ കൊടുത്ത് സൈറ്റോപ്ലാസത്തിലേക്ക് പറഞ്ഞു വിടുന്നു. അവിടെ വെച്ചിട്ട് റൈബോസോം വന്നിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. സോ ഒന്ന് ആലോചിക്കുക, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആലോചിക്കുക. ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ക്യാൻ ബി കപ്പിൾഡ് ഇൻ കേസ് ഓഫ് പ്രോകാരിയോട്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാ? പിന്നെ സിസ്ട്രോൺസ്, ഓൾ സിസ്ട്രോൺസ് ആർ ജീൻസ് ബട്ട് ഓൾ ജീൻസ് ആർ നോട്ട് സിസ്ട്രോൺസ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ജനറ്റിക് കോഡാണ് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെയും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കട്ടോ, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അതുവരെയും കാണുന്നവരെ ബൈ.